ബൈലേബിയൽ നേസൽസ് ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. എക്സാമ്പിൾ അല്ല, സൗണ്ട് ആയിട്ട് പറയുന്നത് കേട്ടോ, സൗണ്ട്. ഓക്കെ, സോ ഈ നമ്മള് ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷനില് ഇങ്ങനെ 2 സ്ലാഷിന്റെ നടുക്കായിരിക്കും നമ്മൾ ആ ഒരു വേർഡിനെ അല്ലെങ്കിൽ ആ സൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. വേർഡ് അല്ല, സൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, bilabial. The lips form the closure as per p, while the soft palate is lowered along the air to escape through the nose freely. സോഫ്റ്റ് പലേറ്റ് ലോവർ ചെയ്തിട്ട് മൂക്കിൽ കൂടെ ശ്വാസം നോസിലൂടെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നതിലൂടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിപ്സിന്റെ ക്ലോഷറോട് കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ബൈലേബിയൽ. ഓക്കെ, ബോത്ത് ദ ലിപ്സ് ഇൻവോൾവ്സ് ദ എയർ ആൻഡ് ദ നോസ് ഇസ് ദ മീഡിയം ത്രൂ വിച്ച് ദ എയർ പാസസ്. ഓക്കെ, ഇനി അൽവിയോള നേസല് അതിന്റെ സൗണ്ട് ആണ് ന് സൗണ്ട് കേട്ടോ. ന് സൗണ്ട്. The soft palate is being lowered, allowing the air to escape through the nasal passage. Okay, അവിടെയും സോഫ്റ്റ് പലേറ്റ് ലോവർ ചെയ്തിട്ട് മൂക്കിൽ കൂടെ നേസൽ പാസേജിലൂടെ എയർ എസ്കേപ്പ് ചെയ്യാണ്. While the obstruction of the air is made by the blade of the tongue touching the alveolar region. അവിടെ നമ്മുടെ ടെങ്ങിലെ ബ്ലേഡ് ഭാഗം അൽവിയോളർ റീജിയനിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ആസ് ഫോർ ദ പ്ലോസീവ്സ് ട് എന്നുള്ള സൗണ്ടിലോ. ഓക്കെ, ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് നെയിം, മാന, ബാൻ എന്നുള്ളതൊക്കെ കേട്ടോ. അടുത്തത് വീളാർ നേസൽസ് ആണ്. അതിന്റെ സൗണ്ട് ആണ് ങ്. ഓക്കെ, ഇതാണ് കേട്ടോ ങ് സൗണ്ട്. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ഓക്കെ, ങ് സൗണ്ട്. സോ ദ സോഫ്റ്റ് പലറ്റ് ഇസ് ബീങ് ലോവേർഡ് അലോങ് ദ എയർ ടു എസ്കേപ്പ് ത്രൂ ദ നോസ്. സോഫ്റ്റ് പലറ്റ് ലോവർ ചെയ്യുന്നുണ്ട്, എയർ മൂക്ക് കൂടിയാണ് എസ്കേപ്പ് ചെയ്യുന്നത്. The vocal tract is being obstructed by the raising of the back of the tongue touching the soft palate as for k. ഓക്കെ, അപ്പൊ നമ്മുടെ നാവിന്റെ ബാക്ക് ഭാഗം സോഫ്റ്റ് പലറ്റിനോട് റേസ് ചെയ്ത് അവിടെ ടച്ച് ചെയ്തിട്ട് ഉണ്ടാവുന്ന സൗണ്ട്. ഓക്കെ, ക്ക് ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. സിംഗിങ് എന്നുള്ള സൗണ്ട് ക്ക്, അത് സിംഗിങ് ആണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ഫ്രിക്കേറ്റീവ്സ്. നമ്മളെ ഫ്രിക്കേറ്റീവ്സ് നോക്കിയിരുന്നു. ഇനി നോക്കാനുള്ളത് ഫ്രിക്കേറ്റീവ്സ് ആണ് കേട്ടോ. അപ്പൊ എന്താ ഫ്രിക്കേറ്റീവ്സ് നോക്കാം. ഫ്രിക്കേറ്റീവ്സ് ആർ ആർട്ടിക്കുലേറ്റഡ് വിത്ത് ക്ലോസ് അപ്രോക്സിമേഷൻ. ക്ലോസ് ആയിട്ടുള്ള അപ്രോക്സിമേഷനിൽ നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന സൗണ്ട്സിനെയാണ് നമ്മൾ ഫ്രിക്കേറ്റീവ്സ് എന്ന് പറയുക. They are made by narrowing the air passage at some point. ചില ഭാഗങ്ങളിൽ ഈ ഒരു എയർ പാസേജ് നാരോ ചെയ്തതിന്റെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സ്. So that when the air is forced through this narrow passage, ഈ ഒരു നാരോ പാസേജിലൂടെ എയർ പോകുന്ന സമയത്ത് it escapes with audible friction. audible ആയിട്ടുള്ള ഫ്രിക്ഷനിലൂടെ ആയിരിക്കും അത് എയർ എസ്കേപ്പ് ചെയ്യുന്നത്. Hence the term fricatives, the friction may or may not be accompanied by voice. Okay, മേ ബി വോയിസ്ഡ് ആയിട്ടായിരിക്കും സൗണ്ട് പുറത്തേക്ക് വരിക, അല്ലെങ്കിൽ വോയിസ്ലെസ് ആയിട്ടായിരിക്കും. ഓക്കെ, ദർ ആർ 9 ഫ്രിക്കേറ്റീവ്സ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ 9 ഫ്രിക്കേറ്റീവ്സ് എന്ന് പറയുന്നുണ്ട്. ബൈ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ ദേ ആർ ഗ്രൂപ്ഡ് ആസ് ഫോളോസ്. നിങ്ങൾക്ക് ഇവിടെ ഡയഗ്രാം കാണാൻ സാധിക്കും. ആർട്ടിക്കുലേഷന്റെ പ്ലേസ്, പൊസിഷൻ അനുസരിച്ച് ഈ ഒരു ഫ്രിക്കേറ്റീവ്സിനെ ഇവിടെ ടേബിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ നമുക്ക് അതിൽ പഠിക്കാനുള്ളതാണ് ലേബിയോ ഡെന്റൽ ഫ്രിക്കേറ്റീവ്സ്, ഡെന്റൽ ഫ്രിക്കേറ്റീവ്സ്, അൽവിയോളാർ ഫ്രിക്കേറ്റീവ്സ്, പലാറ്റോ അൽവിയോളാർ ഫ്രിക്കേറ്റീവ്സ്, ഗ്ലോട്ടൽ ഫ്രിക്കേറ്റീവ്സ്, ലാറ്റർ. ഓക്കെ, ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. 5 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. നമുക്ക് 1 by 1 ആയിട്ട് അത് നോക്കാം. ആദ്യത്തെ ലേബിയോ ഡെന്റൽ ഫ്രിക്കേറ്റീവ്സ് ആണ് കേട്ടോ. ഫ് സൗണ്ടും വ് സൗണ്ടും ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. എക്സാമ്പിൾ അല്ല, അതിൽ വരുന്നതായിട്ട് പറയുന്നത്. ഓക്കെ, by producing the labiodental fricatives, the soft palate is raised to close the nasal passage. ഇവിടെ സോഫ്റ്റ് പലറ്റ് റേസ് ചെയ്തിട്ട് നാസൽ പാസേജിനെ ക്ലോസ് ചെയ്യുന്നുണ്ട്. The lower lip comes into contact with the edge of the upper teeth. ഓക്കെ, ലോവർ ലിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? അപ്പർ ടീത്തിനോട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. Causing the escaping air to pass through the small opening to produce friction. ഓക്കെ, അവിടെ എയർ വളരെ സ്മോൾ ആയിട്ടുള്ള പാസേജിലൂടെ ആയിരിക്കും പുറത്തേക്ക് പോകുന്നത്, എസ്കേപ്പ് ചെയ്യുന്നത്. അങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ ദർ ഇസ് എ ഫ്രിക്ഷൻ എന്നാണ് പറയുന്നത്. അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. ദ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ഫോർ വ് സൗണ്ടിന് വോക്കൽ കോഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദേ ഒക്കെ ഇൻ ഓൾ ദ 3 പൊസിഷൻ, എല്ലാ 3 പൊസിഷൻസിലും അത് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്. അടുത്ത നോക്കാനുള്ള ഡെന്റൽ ഫ്രിക്കേറ്റീവ്സ് ആണ്. ത് സൗണ്ടും ദ സൗണ്ടാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് കേട്ടോ. The soft palate is raised to close the nasal passage. Soft palate raise ചെയ്യുന്നുണ്ട്, nasal passage close ആവുന്നുണ്ട്. The tip and rings of the tongue makes a gentle contact with the edge of the upper teeth. Okay, tip of the tongue, ribs of the tongue എന്ത് ചെയ്യുന്നുണ്ട്? They comes in a contact with the upper teeth. നമ്മുടെ മുകൾ ഭാഗത്തെ ടീത്തിനോട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. And the air that escape causes friction. Okay, എന്നിട്ട് പാസ് ചെയ്യുന്ന എയർ, ഫ്രീ ആയിട്ട് പോകുന്ന ആ എയർ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രീ ആയിട്ടല്ല പോകുന്ന, എസ്കേപ്പ് ചെയ്യുന്ന എയർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്.
The vocal cords vibrate for th, both occurs in all position. th സൗണ്ടിന്റെ ഒരു വൈബ്രേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് occurs in all position, എല്ലാ പൊസിഷനിലും occur ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ആണ് തിങ്ക്, മെത്തേഡ്, ബ്രെത്ത് ഒക്കെ കേട്ടോ. അടുത്ത നമുക്ക് നോക്കാനുള്ളതാണ് അൽവിയോള ഫ്രിക്കേറ്റീവ്സ്. സ് സൗണ്ടും സൗണ്ടും, സൂ, ബീസ്, ഓക്കെ, അതും പിന്നെ കിഡ്സ്, ആ സൗണ്ട്, സ് സൗണ്ട്, ഓക്കെ. The tip and blade of the tongue make a gentle contact with the alveolar ridge, okay, and the nasal passage is closed, okay. Tip of the tongue ഉം blade of the tongue എന്ത് ചെയ്യുന്നുണ്ട്? It comes in a contact with the alveolar ridge. alveolar ridge നോട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. അവിടെ nasal passage എന്താണ്? Closed ആണ്. The air escapes by means of a narrow groove formed in the center of the tongue and causes friction, okay. എന്ത് ചെയ്യുന്നുണ്ട്? ഒരു നാരോ ഗ്രൂവ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ നാവില്. അതിലൂടെ എയർ എസ്കേപ്പ് ചെയ്യുന്നുണ്ട്. ടെങ്ങിന്റെ നടുക്ക് ഭാഗത്തായിട്ട് ഒരു നാരോ ഗ്രൂവ് ഫോം ചെയ്യുന്നുണ്ട്. അതിലൂടെ എയർ എസ്കേപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുന്നുണ്ട് എന്നാ പറയുന്നത്, ഓക്കെ. ദ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ഫോർ സൗണ്ടിന് വോക്കൽ കോഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ദ ലിപ് പൊസിഷൻ ഇസ് അക്കോർഡിംഗ് ടു ദ വവൽ ദാറ്റ് ഫോളോ. ലിപ്പിന്റെ പൊസിഷൻ എന്താണ്? ഇറ്റ് ഇസ് അക്കോർഡിംഗ് ടു ദ വവൽ ദാറ്റ് ഫോളോസ്. അതിന് അപ്പുറം മീൻസ് നെക്സ്റ്റ് ഏത് വവലാണോ വരുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും എന്തുണ്ടായിരിക്കുക? വോക്കൽ കോഡ്സ് ഉണ്ടായിരിക്കുക എന്നാ പറയുന്നത്. സോറി, ലിപ് പൊസിഷന് പിന്നെ ഫോളോ ചെയ്ത് വരുന്ന വവൽ സൗണ്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ന് പറയുന്നത് കേട്ടോ. ദേ ഒക്കെ ഇൻ ഓൾ ദ 3 പൊസിഷൻ, എല്ലാ 3 പൊസിഷൻസിലും അത് ഒക്കെ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് സൺ, ബേസിക്, കിഡ്സ്, ഓക്കെ. ഇതൊക്കെ സെയിം കാറ്റഗറിയിൽ വരുന്ന സ് സൗണ്ടിൽ വരുന്നതാണ്. ഇനി സ് സൗണ്ടിലാണെങ്കിൽ സൂ, റേസർ, പ്രൈസ്, ഇതൊക്കെ സ് സൗണ്ടിലും വരുന്നു, ഓക്കെ. ഇനി അടുത്ത് നോക്കാനുള്ളതാണ് പാലറ്റോ അൽവിയോള ഫ്രിക്കേറ്റീവ്സ്, ഓക്കെ. അതിൽ വരുന്നതാണ് ഷ് സൗണ്ട്, ഓക്കെ. അപ്പോ നമുക്ക് അതെന്താന്ന് നോക്കാം, ഓക്കെ. The tip and the blade of the tongue are brought very near the teeth ridge, okay. Teeth ridgeന് വളരെ ക്ലോസ് ആയിട്ടായിരിക്കും ടിപ്പ് ഓഫ് ദ ടങ്ങും ബ്ലേഡ് ഓഫ് ദ ടങ്ങും കൊണ്ടുവരുന്നത്. ആൻഡ് ദ ഫ്രണ്ട് ഓഫ് ദ ടങ് ഇസ് ഓൾസോ റേസ്ഡ് ടുവേർഡ്സ് ഹാർഡ് പാലേറ്റ്. ഫ്രണ്ട് ഭാഗം എങ്ങോട്ട് റേസ് ചെയ്യുന്നുണ്ട്? ഹാർഡ് പാലേറ്റിനോട് റേസ് ചെയ്യുന്നുണ്ട്. The air passes through a narrow passage caused by the narrowing, causing audible friction. എയർ ഒരു നാരോ പാസേജിലൂടെ ആയിരിക്കും പോകുന്നുണ്ടായിരിക്കുക. ഈ നാരോയിങ് കാരണം വളരെ ഒഡിബിൾ ആയിട്ടുള്ള ഒരു ഫ്രിക്ഷൻ കോസ് ചെയ്യപ്പെടുന്നുണ്ട്. ദ നാസൽ പാസേജ് ഇസ് ക്ലോസ്ഡ്. മൂക്ക് നേസൽ പാസേജ് ക്ലോസ്ഡ് ആയിരിക്കും. ദ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ഫോർ ഷു സൗണ്ട് occurs in all the 3 position, okay. വോക്കൽ കോഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഷ് സൗണ്ടിന് വേണ്ടിയിട്ട്. ആൻഡ് ഫോർ ഷ് occurs in all the 3 position, എല്ലാ 3 പൊസിഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് ഷ് യൂഷ്വലി occurs in the medial position. മീഡിയൽ പൊസിഷനിലായിരിക്കും എപ്പോഴും ഷ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. However, it occurs in the initial and final position in borrowed words, okay. എന്നിരുന്നാലും അത് ഇനീഷ്യൽ പൊസിഷനിലും ഫൈനൽ പൊസിഷനിലും ബോറോ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാ പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് ജോൺ, ഓക്കെ. GENRE എന്നാണ് സ്പെല്ലിങ്. അത് ഒരിക്കലും ജന എന്ന് വായിക്കരുത്, ഇറ്റ്സ് ജോൺ, ഓക്കെ. ഗരാഷ് ആണ്, ഗാരേജ് അല്ല, ഗറാഷ് ആണ് കേട്ടോ. അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ഗ്ലോട്ടൽ ഫ്രിക്കേറ്റീവ്സ്. ഫോർ ഹ് സൗണ്ട്, എച്ച് അല്ലെ, ഹ് സൗണ്ടിലാണ് ഗ്ലോട്ടൽ ഫ്രിക്കേറ്റീവ്സ് വരുന്നത്. So for her sound, the friction is produced by the air passing through the glottis. ഗ്ലോട്ടിസിലൂടെ ആയിരിക്കും എയർ എന്ത് ചെയ്യുന്നത്? പാസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഒരു ലിപ് ലൈ സ്ട്രക്ചർ ഉണ്ട് പറഞ്ഞു, ഗ്ലോട്ടിസ്, ഓക്കെ. അപ്പൊ ഹർ സൗണ്ട് ഈസ് ഫ്രിക്ഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ എയർ പാസിംഗ് ത്രൂ ദ ഗ്ലോട്ടിസ്. ഗ്ലോട്ടിസിലൂടെ ആയിരിക്കും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇറ്റ് ഇസ് എ വോയിസ്ലെസ് ഗ്ലോട്ടൽ ഫ്രിക്കേറ്റീവ്. അതൊരു വോയിസ്ലെസ് അല്ല, ഗ്ലോട്ടൽ ഫ്രിക്കേറ്റീവ് ആണ്. സിൻസ് ഓൾവേസ് ഒക്കെ ബിഫോർ എ വവൽ, ഒരു വവലിന് മുന്നേ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ദ പ്രൊനൗൺസിയേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വവൽസ് ദാറ്റ് ഫോളോസ് ഹി, ഹാർട്ട്, ഹൂപ്പ്, എക്സെട്ര, ഓക്കെ. ദ സൗണ്ട് ഒക്കേഴ്സ് ഇനീഷ്യലി ആൻഡ് medially and never finally, okay. ഇനീഷ്യൽ ആയിട്ട് നടക്കുന്നുണ്ട്, മീഡിയലിലും നടക്കുന്നുണ്ട്, പക്ഷെ ഫൈനലിൽ നടക്കുന്നില്ല. ഹാർഡ്, ബിഹൈൻഡ്, ഓക്കെ. എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. ഇറ്റ് ഈസ് ഓൾവേസ് സ്പെൽഡ് ബൈ ഹ് ഓൺലി. ഹ് സൗണ്ടിലാണ് അത് സ്പെൽഡ് ചെയ്യുന്നത്. ഹാർഡ്, ബിഹൈൻഡ്, ഹ് സൗണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദർ ഇസ് നോ വോയിസ്ഡ് ഗ്ലോട്ടൽ ഫ്രിക്കേറ്റീവ്സ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ വോയിസ്ഡ് ആയിട്ടുള്ള ഗ്ലോട്ടൽ ഫ്രിക്കേറ്റീവ്സ് ഇല്ല എന്ന് പറയുന്നു, ഓക്കെ. അപ്പൊ ഇതാണ് ഫ്രിക്കേറ്റീവ്സിൽ 5 എണ്ണം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ള ലാറ്ററൽ സൗണ്ട്സ് ആണ്. ല് സൗണ്ട് ഒക്കെ അല്ല, ലാറ്ററൽ സൗണ്ട് ആണ് ഇനി നോക്കാനുള്ളത്. അപ്പൊ അതെന്താ നോക്കാം. A lateral consonant is articulated by means of a partial closure. ഒരു partial closureന്റെ ഭാഗമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന സൗണ്ട്സ് ആണ് ലാറ്ററൽ കൺസണൻസ് എന്ന് പറയുന്നത്.
ക്ലോഷർ ഇസ് മെയ്ഡ് ഇൻ ദ മിഡിൽ ആൻഡ് ദ എയർ ഇസ് അലൗഡ് ടു പാസ് ത്രൂ ദ സൈഡ്സ്. ക്ലോഷർ എന്താ, മിഡിലാണ് നടക്കുന്നത്, ആ ഒരു ക്ലോസിംഗ് നടക്കുന്നത്. എന്നിട്ട് ഈ എയർ ഇതിലൂടെയാണ് പാസ് ചെയ്യുന്നത്, സൈഡ് ഭാഗത്തിലൂടെ ആയിരിക്കും അറിയുമ്പോ സൈഡ് ഭാഗത്തിലൂടെ ആയിരിക്കും എയർ പാസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എ ക്ലോഷർ ഇൻ ദ മിഡിൽ ആൻഡ് എസ്കേപ്സ് ത്രൂ ദ സൈഡ്. മിഡിൽ ക്ലോസ് ആയിരിക്കും, പിന്നെ സൈഡിലൂടെ ആയിരിക്കും എയർ എസ്കേപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് ഹാസ് ഓൺലി വൺ ലാറ്ററൽ സൗണ്ട്സ്. ഇംഗ്ലീഷിന് ആകെ ഒരു ലാറ്ററൽ സൗണ്ട്സ് ഉള്ളൂ ല് എന്നുള്ളത് കേട്ടോ. ഇറ്റ് ഈസ് വോയിസ്ഡ് ആൻഡ് ഫ്രിക്ഷൻലെസ് ലൈക്ക് ദ വോയിസ്ഡ് കൺസണൻസ്. ഓക്കെ, അത് വോയിസ്ഡ് ആണ്, അതുപോലെ തന്നെ ഫ്രിക്ഷൻലെസ് ആണ് വോയിസ്ഡ് കൺസണൻസിനെ പോലെ. ല് ഇസ് എ വോയിസ്ഡ് അൽവിയോളാർ ലാറ്ററൽ കൺസണന്റ്. ല് എന്ന് പറയുന്ന ഒരു വോയിസ്ഡ് അൽവിയോളാർ ലാറ്ററൽ കൺസണന്റ് ആണ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് അതിന്റെ ആർട്ടിക്കുലേഷൻ ആണ്. നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ലാറ്ററൽ സൗണ്ട് ആയിട്ടുള്ള ലിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിന്റെ ആർട്ടിക്കുലേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആർട്ടിക്കുലേഷൻ നോക്കാം. The tip of the tongue makes a firm contact with the alveolar ridge and block the oral passage of the air in the middle. Okay, നമ്മുടെ ടങ്ങിന്റെ ടിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് മേക്സ് എ ഫേം കോണ്ടാക്ട് വിത്ത് അൽവിയോളാർ റിഡ്ജ്. അൽവിയോളാർ റിഡ്ജുമായിട്ട് ഫേം ആയിട്ടുള്ള ഒരു കോണ്ടാക്ടിൽ വരുന്നുണ്ട്. ആൻഡ് ബ്ലോക്സ് ദ ഓറൽ പാസേജ്. എന്നിട്ട് നമ്മുടെ വായിൽ കൂടെ ഉള്ള ആ ഒരു സൗണ്ട് പ്രൊഡക്ഷൻ, ആ ഒരു ഓറൽ പാസേജിനെ അത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. എയർ ഇൻ ദ മിഡിലിൽ വെച്ചിട്ടാണ് അവിടെ ബ്ലോക്ക് ചെയ്യുന്നത് കേട്ടോ. എയർ എസ്കേപ്സ് ത്രൂ ദ സൈഡ്സ്. അങ്ങനെ ഈ എയർ എസ്കേപ്പ് ചെയ്യുന്ന നമ്മുടെ ഈ വായയുടെ രണ്ട് സൈഡ്സിലൂടെ ആയിരിക്കും എയർ എസ്കേപ്പ് ചെയ്യുന്നത്. ദ നേസൽ പാസേജ് ഇസ് ക്ലോസ്ഡ് ആൻഡ് ദ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ്. ആ സമയത്ത് നമ്മുടെ മൂക്ക് നേസൽ പാസേജ് എന്താണ്? അവിടെ ക്ലോസ്ഡ് ആണ്. ഓക്കെ, ആൻഡ് ഈസ് ക്ലോസ്ഡ് ആൻഡ് ദ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ്. നമ്മുടെ വോക്കൽ കോഡ്സ് ഈ ഒരു ഏരിയ എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ദ സൗണ്ട് ഒക്കേഴ്സ് ഇനീഷ്യലി, മീഡിയലി ആൻഡ് ഫൈനലി. അങ്ങനെ സൗണ്ട് ഇനീഷ്യൽ ആയിട്ടും മീഡിയൽ ആയിട്ടും ഫൈനൽ ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഒക്കെ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് ലീവ്. ഓക്കെ, ഫൂളിഷ്, ഫീൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ആർട്ടിക്കുലേഷൻ നടക്കുന്നതെന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് അലഫോണിക് വേരിയേഷൻസ്. ഓക്കെ, അതിന് ല് സൗണ്ടിന്റെ അലഫോണിക് വേരിയേഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നോക്കാനുള്ളത് അലഫോണിക് വേരിയേഷൻസ് ആണ്. അലഫോണിക് വേരിയേഷൻസ് ഓഫ് ല് എന്നുള്ളത് നോക്കാം കേട്ടോ. There are two types of ല്, clear ല് and dark ല്. They occur in definite context. Okay, definite contextൽ occur ചെയ്യുന്ന രണ്ട് types of ല് സൗണ്ട്സ് ഉണ്ട്. clear ല്, അതുപോലെ തന്നെ dark ല്. Okay, when ല് occurs in word initial and before y sound. Okay, y എന്നുള്ള സൗണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. Okay, so when L occurs in word initial and before Y, its position is called clear L. Okay, അപ്പൊ L sound occur ചെയ്യുന്നത് ഇനീഷ്യൽ ആയിട്ടാണെങ്കിലും അതുപോലെ തന്നെ Y സൗണ്ടിന്റെ മുൻപിലായിട്ടാണ് എങ്കിൽ that is a clear L. Okay, അത് ക്ലിയർ ആയിട്ടുള്ള ഒരു L ആണ്. മില്യൺ എന്നുള്ള വേർഡ് മില്യൺ. ഓക്കെ, സോ ദ ഈ സൗണ്ടിന്റെ മുൻപിലായിട്ടാണല്ലോ ഈ ഒരു ല് സൗണ്ട് വരുന്നത്. സോ അങ്ങനത്തെ വേർഡ്സിലൊക്കെ ഇറ്റ് ഇസ് എ ക്ലിയർ ല് എന്നാ പറയുന്നത്. ഡാർക്ക് ല് ഒക്കേഴ്സ് ഫൈനലി ആൻഡ് ബിഫോർ കൺസണൻസ്. ഓക്കെ, ലാസ്റ്റില് ഫൈനൽ ആയിട്ടും അതുപോലെ തന്നെ കൺസണന്റ് സൗണ്ട്സിന് മുൻപിലായിട്ടും ആയിരിക്കും എന്തുണ്ടായിരിക്കുക? ഡാർക്ക് ല് ഉണ്ടായിരിക്കുക. എക്സാമ്പിൾ ഫിൽ, curled, etc. Okay, dark is symbolized phonetically as. Okay, എങ്ങനെയാണ് ഡാർക്ക് ല് ഫോണറ്റിക്കലി നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു അലഫോണിക് വേരിയേഷൻസ് ഓഫ് ല് പറയാനുള്ളത്. ഓക്കെ, സോ അടുത്ത ടോപ്പിക് ഇതാണ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലിയർ ല് ആൻഡ് ഡാർക്ക് ല്. ഓക്കെ, the clear L is pronounced with the front articulation. Okay, front articulation produce ചെയ്യുന്ന ഒരു സൗണ്ട് ആണ് clear L. That is, there is certain raising of the front part of the tongue towards a hard palate. നമ്മളെ നാവിന്റെ ഫ്രണ്ട് ഭാഗം ഹാർഡ് പാലറ്റിന്റെ ദിശയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റൈസ് ചെയ്യുന്നുണ്ട്. Raising of the back of the tongue. Okay, pronounced with a certain raising of the back of the tongue towards a soft palate. Okay, ഇനി ഡാർക്ക് ല് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാക്ക് ഭാഗം, ടെങ്ങിന്റെ ബാക്ക് ഭാഗം സോഫ്റ്റ് പലറ്റിന്റെ നേരെ റേസ് ചെയ്യുമ്പോൾ ആണ് ഡാർക്ക് ല് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ല് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഫ്രണ്ട് ഭാഗം, ടെങ്ങിന്റെ ഫ്രണ്ട് ഭാഗം ഹാർഡ് പലറ്റിന്റെ ഒരു ദിശയിലേക്ക് പൊന്തുമ്പോഴും ഇനി നമ്മളുടെ ബാക്ക്, ടെങ്ങിന്റെ ബാക്ക് ഭാഗം സോഫ്റ്റ് പലറ്റിന്റെ ദിശയിലേക്ക് പൊങ്ങുമ്പോൾ അത് ഡാർക്ക് ല് ആവുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളതാണ് അപ്രോക്സിമെന്റ്സ്. ഓക്കെ, എന്താണ് അപ്രോക്സിമെന്റ്സ് എന്നുള്ളത് നോക്കാം.
An approximant is articulated with a structure of open approximation. Okay, ഒരു ഓപ്പൺ അപ്രോക്സിമേഷനിൽ ഒരു സ്ട്രക്ചറിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന സൗണ്ട്സിനെയാണ് നമ്മൾ അപ്രോക്സിമൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഇസ് എ വവൽ ലൈക്ക് ഇൻ ഇറ്റ്സ് ആർട്ടിക്കുലേഷനിൽ ഒരു വവൽ രൂപേണ ആയിരിക്കും അത് ഉണ്ടായിരിക്കുക. But is classified as a consonant because it always occupies the consonant position in the structure of a syllable. ഒരു സിലബിളിന്റെ സ്ട്രക്ചറിൽ ഒരു കൺസണന്റ് പൊസിഷൻ ഓക്യുപ്പൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് എ കൺസണന്റ് എന്നാണ് പറയുന്നത് കേട്ടോ ഒരു ആർട്ടിക്കുലേഷൻ സമയത്ത്. There are 3 approximants in English. ഇംഗ്ലീഷിൽ 3 approximants ഉണ്ടെന്നാ പറയുന്നത്. These are r, y and w. Okay, 3 എന്താ approximants ആണ് ഇംഗ്ലീഷിലുള്ളത്. They are r sound, y sound and w sound. Okay. R is a frictionless continuant. R പറയുന്നത് ഒരു frictionless continuant ആണ്. And y and w are described as semi vowels. y സൗണ്ടും w സൗണ്ടും semi vowels ആയിട്ടാണ് കാണുന്നത്. Okay. ഇനി നമുക്ക് എന്താണ് frictionless continuants എന്നുള്ളത് നോക്കാം. The sound r is referred to as a frictionless continuant. r സൗണ്ടിനെ നമ്മൾ ഒരു frictionless continuant ആയിട്ടാണ് പറയുന്നത്. It is so called because it has articulation of a fricative but is pronounced so feebly that there is a little or no friction audible. Okay, നമ്മൾ ഈ ഒരു r സൗണ്ടിനെ ഒരു എന്താ frictionless continuant ആയിട്ട് പറയാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ because it has the articulation of a fricative. ഒരു ഫ്രിക്കേറ്റീവിന്റെ ആർട്ടിക്കുലേഷനിലാണ് r സൗണ്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, r സൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. But it is pronounced so feebly. വളരെ ഫീബ് ആയിട്ടാണ് നമ്മൾ അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. That is there is little or no friction audible. ഒരു ഫ്രിക്ഷനും തടസ്സവും വൈബ്രേഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് ഫീബിൾ ആയിട്ട് നമ്മൾ പറയുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ഫ്രിക്കേറ്റീവിനെ നമ്മൾ എന്തായിട്ട് പറയുന്നത്, it is called as a frictionless continuant എന്ന് പറയുന്നത്. r സൗണ്ടിനെ ഒരു frictionless continuant ആയിട്ട് നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാല് ആർട്ടിക്കുലേഷന്റെ സമയത്ത് ആർട്ടിക്കുലേഷൻ ഫ്രിക്കേറ്റീവ് ആണെങ്കിൽ പോലും ഇറ്റ് ഇസ് വെരി ഫീബിളി തോട്ട്. ഓക്കെ, വെരി ഫീബിളി സ്പോക്കൺ ഔട്ട്. ഓക്കെ, വളരെ ഫീബിൾ ആയിട്ട് അത് പ്രൊനൗൺസ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഇതിനെ ഒരു frictionless continuant ആയിട്ട് പറയുന്നത്. ഓക്കെ, because there is no friction. R is a voiced post alveolar frictionless continuant. അതുകൊണ്ട് തന്നെ റീനെ നമ്മളൊരു പോസ്റ്റ് ആൽവിയോളാർ ഫ്രിക്ഷൻലെസ് കണ്ടിന്യൂന്റ് ആയിട്ട് പറയുന്നു എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ആർട്ടിക്കുലേഷൻ ആണ് നോക്കാനുള്ളത്. അപ്പൊ അതിന്റെ ആർട്ടിക്കുലേഷൻ നോക്കാട്ടോ. The r is pronounced with the lip of the tongue being raised towards the back part of the teeth ridge or post alveolar. Okay, നമ്മൾ ഈ r സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ടങ്ങിന്റെ ടിപ്പ് ഭാഗം, തുമ്പ് ഭാഗം, ഇറ്റ് ഇസ് ബീൻ റേസ്ഡ് ടുവേർഡ്സ് ദ ബാക്ക് പാർട്ട് ഓഫ് ദ ടീത്ത് റിഡ്ജ് അല്ലെങ്കിൽ അൽവിയോളർ റിഡ്ജിന്റെ ബാക്ക് ഭാഗത്ത് ചെന്ന് മുട്ടുന്നുണ്ട്. ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ ടങ് ഇസ് ലോവേർഡ് വിത്ത് ജനറൽ കോൺട്രാക്ഷൻ ഓഫ് ദ ടങ്. ഓക്കെ, നമ്മൾ ഈ ഒരു ടങ്ങിന്റെ സെൻട്രൽ ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഇസ് ലോവേർഡ്, അത് ലോവർ ചെയ്യുന്നുണ്ട് വിത്ത് ജനറൽ കോൺട്രാക്ഷൻ ഓഫ് ദ ടങ്. ടങ്ങിന്റെ ഒരു കോൺട്രാക്ഷനിൽ നമ്മൾ ഈ ഒരു നാവിന്റെ സെൻട്രൽ പാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ലോവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, the airstream is allowed to escape freely without friction. ഈ ഒരു എയർ വളരെ ഫ്രീ ആയിട്ട് ഫ്രിക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ എയർ പാസ് ചെയ്യുന്നുണ്ട്. The lip position is decided by the following vowels as in read or rude. Okay, എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് സ്പ്രെഡ് ഓർ റൗണ്ടഡ്. ഓക്കെ, അപ്പൊ ഈ ഒരു ലിപ്പിന്റെ പൊസിഷൻ ആണ് ഈ ഒരു വവൽസിനെ ഒരു സ്പ്രെഡഡ് ആയിട്ടുള്ള, അതായത് ന്യൂട്രൽ ആയിട്ട് പോണതാണോ അത് റൗണ്ടഡ് ആയിട്ടാണോ വരുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. The nasal passage is closed. അവിടെ മൂക്ക് നേസൽ എയർ നോസിലൂടെ പാസ് ചെയ്യുന്ന ഒരു നേസൽ പാസേജ് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് r occurs initially and medially but never finally. അങ്ങനെ r സൗണ്ട് ഇനീഷ്യൽ ആയിട്ടും മീഡിയലി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് പ്രൊനൗൺസ്ഡ് ഫൈനലി. ഓക്കെ, ലാസ്റ്റ് ഭാഗത്തായിട്ട് വരുന്നില്ല. The letter r is used freely in spelling but very often it is not pronounced. r സൗണ്ട് നമ്മൾ വളരെ ഫ്രീ ആയിട്ട് സ്പെല്ലിങ്സിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇറ്റ് ഇസ് നോട്ട് പ്രൊനൗൺസ് ചെയ്യപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മളെപ്പോഴും ആ ഒരു റിന് അവിടെ നമ്മൾ ഫോഴ്സ് കൊടുക്കില്ല. എക്സാമ്പിളായിട്ട് പറഞ്ഞതാട്ടോ, r എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഫോഴ്സ് കൊടുക്കുന്നില്ല. It is pronounced if it occurs in the initial position or when it follows a consonant or between vowels and not in other positions. നമ്മൾ r സൗണ്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് എപ്പോഴൊക്കെയാണ്? when it occurs in the initial position. ഓക്കെ, തുടക്കത്തിലാണെങ്കിൽ റീഡ്, അവിടെ നമ്മൾ
സൗണ്ടിന്റെ ഒരു അതിന്റെ പ്രൊണൗൺസിയേഷൻ അവിടെ കാണുന്നുണ്ട്. സൗണ്ട് നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓർ വെൻ ഇറ്റ് ഫോളോസ് എ കൺസണന്റ്, അല്ലെങ്കിൽ ഒരു കൺസണന്റിനെ ഫോളോ ചെയ്ത് വരുമ്പോൾ, ഓർ ബിറ്റ്വീൻ വവൽസ്, അല്ലെങ്കിൽ വവൽസിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുമ്പോൾ, ആൻഡ് നോട്ട് ഇൻ അതർ പൊസിഷൻ, വേറെ പൊസിഷൻസിലൊന്നും നമ്മൾ സൗണ്ടിന് ഇത് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളതാണ് അൽഫോണിക് വേരിയേഷൻസ് ഓഫ് റ്. അപ്പൊ നമുക്ക് അതെന്താ നോക്കാം. നമുക്ക് നോക്കാനുള്ളത് അൽഫോണിക് വേരിയേഷൻസ് ഓഫ് റ് ആണ്. Two varieties of r are heard, rolled, and flapped. Rolls are formed by a rapid succession of taps, intermittent closure of the tip of the tongue against the teeth bridge. The tapping is similar to that of a vibration. Okay, നമുക്ക് ഇനി രണ്ട് varieties of r ആണ് നോക്കാനുള്ളത്. They are heard. Okay, നമ്മൾ കേട്ടിട്ടുള്ള രണ്ട് റിന്റെ വെറൈറ്റീസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യത്തേത് റോൾഡ് എന്നുള്ളതും പിന്നത്തത് ഫ്ലാപ്ഡ് എന്നുള്ളതുമാണ്. ഓക്കെ, ഇപ്പൊ റോൾഡ് റ് ഉണ്ട്, ഫ്ലാപ്ഡ് റ് ഉണ്ട്. റോൾസ് ആർ ഫൗണ്ട് ബൈ എ റാപ്പിഡ് സക്സഷൻ ഓഫ് ടാപ്സ്. ഓക്കെ, റ് സൗണ്ട് റോൾസിലായിട്ട് മീൻസ് റോൾ വേരിയേഷനിലാണ് അത് വരുന്നത് എങ്കിൽ ദി ആർ ഫൗണ്ട് ബൈ എ റാപ്പിഡ് സക്സഷൻ ഓഫ് ടാപ്സ്. ഓക്കെ, വളരെ റാപ്പിഡ് ആയിട്ടുള്ള സസെഷൻ ഓഫ് ടാപ്സിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് ഇന്റർമീഡിയറ്റ് ക്ലോഷറിൽ. ഓഫ് ദ ടിപ്പ് ഓഫ് ദ ടങ് അഗെയിൻസ്റ്റ് ദ ടീത്ത് റിഡ്സ്, അവിടെ ടിപ്പ് ഓഫ് ദ ടങ് എങ്ങനെയാണ് റേസ് ചെയ്യുന്നത്, ടീത്ത് റിഡ്സിൽ. The tapping is similar to that of the vibration. Okay, tapping എന്താണ്, വൈബ്രേഷന് സിമിലർ ആണെന്ന് പറയുന്നത്. അതാണ് നമ്മുടെ റോൾഡ് റ് സൗണ്ട്. ഇനി ഫ്ലാപ്ഡ് റ് സൗണ്ട് ആണെങ്കിൽ ഇറ്റ് ഇസ് ഫോംഡ് ലൈക്ക് ദ റോൾഡ് റ് but consists of only one single tap of the tip of the tongue against the teeth ridge. Okay, റോൾഡ് റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെയാണെങ്കിൽ പോലും ഒരു സിംഗിൾ ടാപ്പ് മാത്രമേ അതിലുള്ളൂ. സിംഗിൾ ടാപ്പ് ഓഫ് ദ ടിപ്പ് ഓഫ് ദ ടങ് അഗെയിൻസ്റ്റ് ദ ടീത്ത് റിഡ്ജ്. ടീത്ത് റിഡ്ജിൽ ഒരൊറ്റ വട്ടം മാത്രമേ ചെന്ന് തട്ടുന്നുള്ളൂ, ടാപ്പ് ചെയ്യുന്നുള്ളൂ കേട്ടോ. Arabs and Indians use rolled variety of r, but the Americans used flapped r. Okay, അറബ്സ് ആണെങ്കിലും ഇന്ത്യൻസ് ആണെങ്കിലും നമ്മൾ റോൾഡ് റ് സൗണ്ട് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്കിൽ അമേരിക്കൻസ് എപ്പോഴും ഫ്ലാപ്ഡ് റ് സൗണ്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ലിങ്കിങ് റ്, അതുപോലെ തന്നെ ഇൻട്രൂസീവ് റ്. അപ്പൊ അത് രണ്ടും എന്താ നോക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ലിങ്കിങ് റും ഇൻട്രൂസീവ് റും. ഓക്കെ, in connected speech we notice the use of linking r is not pronounced at the end of the word. Okay, അപ്പൊ നമ്മൾ കണക്റ്റഡ് സ്പീച്ചിൽ നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലിങ്കിങ് റ് എന്ത് ചെയ്യുന്നില്ല, ഇറ്റ് ഈസ് നോട്ട് പ്രൊനൗൺസ് അറ്റ് ദ എൻഡ് ഓഫ് ദ വേർഡ്. ഒരു വേർഡിന്റെ എൻഡിൽ ഇത് പ്രൊനൗൺസ് ചെയ്യുന്നില്ല. But when such a word is followed by a word beginning with a vowel, the r is sound. പക്ഷെ അത് ഒരു വേർഡ് ഒരു വവൽ സൗണ്ട് വെച്ചിട്ടാണ് ബിഗിൻ ചെയ്യുന്നത് എങ്കിൽ റ് സൗണ്ട് അവിടെ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഒരു വേർഡിന്റെ എൻഡിലാണെങ്കിൽ അത് പ്രൊനൗൺസ് ചെയ്യപ്പെടുന്നില്ല, പക്ഷെ ഒരു വവൽ സൗണ്ടിന്റെ ബിഗിനിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് പ്രൊനൗൺസ്ഡ്. ഓക്കെ, ഇൻ സച്ച് കേസ് ദ റ് ഇസ് നോൺ ആസ് ലിങ്കിങ് റ്. അങ്ങനത്തെ സന്ദർഭങ്ങളിലാണ് നമ്മൾ റിനെ ലിങ്കിങ് റ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നതാണ് ഫാദർ ആൻഡ് സൺ. ഓക്കെ, അപ്പൊ ഫാദർ ആൻഡ് സൺ. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. ഫാദർ സൗണ്ട് ആണ് അവിടെ കേട്ടോ, അല്ലാതെ ഫാദർ എന്ന് നമ്മൾ പറയുന്നില്ല. ഓക്കെ, ഇൻ ദ സീക്വൻസ് ഫാദർ ആൻഡ് സൺ r is pronounced because r at the end of father is pronounced when it is followed by a vowel in and hence. Okay, father and son, father and son. Okay, അപ്പൊ സൗണ്ട് നമ്മൾ അവിടെ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. ബട്ടർ ആൻഡ് ജാം. ഓക്കെ, അപ്പൊ ബട്ടർ ആൻഡ് എന്നുള്ളത് വവൽ സൗണ്ട് ആണ്, എന്നുള്ള സൗണ്ട്. ഓക്കെ, സോ അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്. ഇനി ഇൻട്രൂസീവ് റ് ആണെന്നുണ്ടെങ്കിൽ sometimes we hear a r sound at the word boundaries even when there is no r in spelling. സ്പെല്ലിംഗിൽ r സൗണ്ട് ഇല്ലെങ്കിൽ പോലും നമ്മൾ ചില സമയത്ത് വേർഡ് ബൗണ്ടറീസിൽ r സൗണ്ട് നമ്മൾ കേൾക്കാറുണ്ട്. Some English people introduces as r while connecting two words like the idea of it. Okay, the idea of it എന്നുള്ളതില് of എന്നാണ് പറയുന്നത്. ഓക്കെ, of എന്നല്ല, ഓഫ് എന്നല്ല, എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു സൗണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത്. ദ ഐഡിയ ഓഫ് ഇറ്റ്. ഓക്കെ, അപ്പൊ ഓഫ് ഇറ്റ് എന്നുള്ള ആ ഒരു ഐഡിയ ഓഫ് ആ ഒരു സൗണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. This sort of inserted r is called intrusive.
because the word idea ends in a vowel and the next word begins with a vowel. Okay, idea end ചെയ്യുന്നത് ഒരു vowelum അടുത്ത word begin ചെയ്യുന്നത് ഒരു vowelലാണ്. Both the words are connected by an intrusive r. Okay, രണ്ട് words കണക്ട് ചെയ്യപ്പെടുന്നത് ഒരു intrusive r ആണ്. Examples പറയുന്നുണ്ട്. The sofa is there, law and order, the Shan of Iran എന്നൊക്കെ പറഞ്ഞ സൗണ്ട് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. This is how the English people use their language. ഇങ്ങനെയാണ് ഇംഗ്ലീഷ് പീപ്പിൾ അവരുടെ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. Daniel Jones advises foreign learners of English to cultivate the habit of using linking r but to use intrusive r sparingly. Okay, Daniel Jones എന്ത് ചെയ്യുന്നുണ്ട്? ഫോറിൻ ലേണേഴ്സിനെ ഇംഗ്ലീഷ് ഫോറിൻ ലേണേഴ്സിനെ എന്തിന് അഡ്വൈസ് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്? ടു കൾട്ടിവേറ്റ് ദ ഹാബിറ്റ് ഓഫ് യൂസിങ് ലിങ്കിങ് r യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഹാബിറ്റ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഫോറിൻ ലേണർ ഓഫ് ഇംഗ്ലീഷ് ആയിട്ടുള്ള ഡാനിയൽ ജോൺസ് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ബട്ട് ടു യൂസ് ഇൻട്രൂസീവ് r സ്പെയർലി, പക്ഷെ ഇൻട്രൂസീവ് ആയിട്ടുള്ള r വളരെ ചുരുങ്ങിയ സന്ദർഭങ്ങളിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളതാണ് സെമി വോവൽസ്, v സൗണ്ടും യ സൗണ്ടും. അപ്പൊ നമുക്ക് സെമി വോവൽസ് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി സെമി വവൽസ് നോക്കാം. v സൗണ്ടും യ സൗണ്ടും ആണ് സെമി വവൽസിൽ വരുന്നത്. ഓക്കെ, സൗണ്ട്സ് ആണ്. ഒന്ന് v സൗണ്ട്, ഒന്ന് യ സൗണ്ട്. ഓക്കെ, ഈ രണ്ട് സൗണ്ട്സ് ആണ് നമുക്ക് സെമി വവൽസിൽ നോക്കാനുള്ളത്. ഓക്കെ, as the term suggests, semi vowels are partly vowels and partly consonants. Okay, പേര് പറയുന്നത് പോലെ തന്നെ സെമി വവൽസ് partly പകുതി vowelsഉം പകുതി എന്താണ് കൺസണൻസും ആണ്. In other words, they are articulated like vowels and in function they behave like consonants. Okay, vowelsനെ പോലെ articulate ചെയ്യുന്നുണ്ടെങ്കിലും consonantsനെ പോലെ behave ചെയ്യുന്നതിനെയാണ് സെമി vowels എന്ന് പറയുന്നത്. In the sense that they take another vowel to form a syllable. Okay, ഒരു vowelനെ അവരെന്ത് ചെയ്യുന്നുണ്ട്? They take another vowel to form syllable. Syllable form ചെയ്യാൻ വേണ്ടി they take a vowel എന്നാ പറയുന്നത് കേട്ടോ. എക്സാമ്പിൾ പറയുന്നത് wet and jet. Okay, അതില് w and y take a to form syllables. ആ ഒരു ഫോം മീൻസ് ആ ഒരു സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? സിലബിൾ ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു എ സൗണ്ടിനെ വും യവും യൂസ് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത്, ടേക്ക് ചെയ്യുന്നുണ്ടെന്നാ പറയുന്നത് കേട്ടോ. There are two semi vowels in English. ഇംഗ്ലീഷിൽ രണ്ട് സെമി വവൽസ് ആണ് ഉള്ളത്. They are u and v. These two sounds are produced with any kind of obstruction or stricture in the vocal tract. Vocal tractൽ ഏതൊരു തരത്തിലുള്ള obstruction, they are produced without any kind of obstruction. ഒരു തരത്തിലുള്ള obstructionോ അല്ലെങ്കിൽ സ്ട്രിക്ചർ, അതായത് തടസ്സമോ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സ് ആണ്. They occupy only marginal positions in a syllable. ഒരു സിലബിളിൽ മാർജിനൽ പൊസിഷൻസ് മാത്രമാണ് അവര് occupy ചെയ്യുന്നത്. ഓക്കെ, ജസ് യ ഇസ് മാർജിനൽ. ഓക്കെ, യെസ് എന്നുള്ളതില് യ സൗണ്ട് എന്താ? മാർജിനൽ ആണ് എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു യെസ് ഉണ്ടല്ലോ, യെസ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ്, അത് നമ്മൾ ഈ സൗണ്ട് ആണ് ഇ എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിൽ ഈ സൗണ്ട് എന്താണ് പറയുന്നത്? ഇറ്റ് ഇസ് മാർജിനൽ എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ദീസ് ടു സൗണ്ട്സ് ആർ ഓൾസോ കോൾഡ് വോവൽ ഗ്ലൈഡ്സ്. ഈ രണ്ട് സൗണ്ട്സിന് നമ്മൾ വോവൽ ഗ്ലൈഡ് എന്നും പറയുന്നുണ്ട്. In the pronunciation of y and v, the tongue first takes a poison and then quickly glides towards another position. Okay, ഈ ഒരു യ സൗണ്ട്, ഈ ഒരു v സൗണ്ടിലും യ സൗണ്ടിന്റെ പ്രൊഡക്ഷന്റെ സമയത്ത് നമ്മുടെ ടങ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് ഗ്ലൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്. For you, the tongue takes a position as for E sound and then moves from it to the following vowel, and in the case of v, from the position of v to the following vowel. Okay, but E sound the tongue takes a position as for E sound. E soundലേക്ക് E sound പൊസിഷൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? Then moves from it to the following vowel. എന്നിട്ട് ആ ഒരു പൊസിഷനിൽ നിന്ന് മറ്റേ വവലിന്റെ ആ ഒരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് v, ഇനി vന്റെ കേസിലാണെങ്കിൽ ഫ്രം ദ പൊസിഷൻ ഓഫ് v എന്നുള്ള ആ ഒരു സൗണ്ടിൽ നിന്ന് to the following vowel, അതിന്റെ ഫോളോയിങ് വവലിലേക്ക് അതെന്ത് ചെയ്യുന്നുണ്ട്? പൊസിഷൻ മാറുന്നുണ്ട്. ഓക്കെ, and the pronunciation of u, the lips are generally neutral or spread and for v generally round. ഈ സൗണ്ടിൽ നമ്മുടെ ലിപ്സ്
ന്യൂട്രൽ ആണ്, സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, വൈഡ് ആണ്. ഓക്കെ, ഇനി നമ്മളുടെ ഉ സൗണ്ടിലാണെന്നുണ്ടെങ്കിൽ റൗണ്ടഡ് ആ, ഉ. ഓക്കെ, നമ്മൾ പറയുമ്പോൾ റൗണ്ട് ചെയ്യുന്നുണ്ട് അല്ലെ, അതാണ് ഇതിലുള്ള ഡിഫറൻസ്. ഹൗവർ ദ ലിപ്സ് റൗണ്ടിങ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫോളോയിങ് വവൽ. ഫോളോ ചെയ്ത് വരുന്ന വവലിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ലിപ്സ് ഉണ്ടായിരിക്കുക എന്നാ പറയുന്നത്. ബോത്ത് ആർ നോർമലി വോയിസ്ഡ്, രണ്ടും നോർമലി എന്താണ്, വോയിസ്ഡ് സൗണ്ട്സ് ആണ്. ബട്ട് വെൻ ദേ ഒക്കർ ഫോളോയിങ് പ് ട് ക്ക്, എക്സ്പെഷ്യലി ഇൻ സ്ട്രെസ്ഡ് പൊസിഷൻസ്, സം ഡിവോഴ്സിംഗ് ടേക്ക് പ്ലേസ്. ഓക്കെ, ഡിവോയ്സിങ് ചില സമയത്ത് ചില സന്ദർഭങ്ങളിൽ നടക്കുന്നുണ്ട്. വെൻ ദേ ഒക്കർ ഫോളോയിങ് പ് ട്, അതിനൊക്കെ എന്താ ഫോളോ ചെയ്തുകൊണ്ടാണ് ഒക്കർ ചെയ്യുന്നത് എങ്കിൽ. ഓക്കെ, എസ്പെഷ്യലി ഇൻ എ സ്ട്രെസ്ഡ് പൊസിഷനിൽ. സെമി വവൽസ് ഒക്കേഴ്സ് ഇനീഷ്യലി ആൻഡ് മീഡിയലി ആൻഡ് നെവർ ഫൈനലി. സെമി വവൽസ് ഇനീഷ്യലി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, മീഡിയലിലും ഫൈനലിലും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇംഗ്ലീഷിലെ വവൽസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് വവൽസ് ഇൻ ഇംഗ്ലീഷ്, വവൽസ് ഓഫ് ഇംഗ്ലീഷ്. നമുക്ക് ആ ഒരു വവൽ കാറ്റഗറിയിലേക്ക് പോകാം കേട്ടോ. സോ വവൽസ് ഓഫ് ഇംഗ്ലീഷ്. A vowel has been defined as a continuous voiced sound in the production of which there is no obstruction in any part of the speech tract. Okay, vowel എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് വോയിസ്ഡ് സൗണ്ട്. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വോയിസ്ഡ് സൗണ്ടിനെയാണ് നമ്മൾ vowel എന്ന് പറയുന്നത്. And in the production of which there is no obstruction in any part of the speech tract. സ്പീച്ച് ട്രാക്റ്റിൽ ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാവില്ല. The production of which there is no obstruction in any part of the speech tract. Okay, speech tractന്റെ ഒരു പാർട്ടിലും ഒരു തരത്തിലുള്ള തടസ്സവും ഒബ്സ്ട്രക്ഷനും ഇല്ലാതെയാണ് നമ്മൾ വവൽസിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. There are further classified into pure vowels and diphthongs. ഈ വവൽസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, പ്യോർ വവൽസും ഡിഫ്തോങ്സും. ഓക്കെ, രണ്ട് കാറ്റഗറിയിലായിട്ടാണ് നമ്മൾ വവൽസിനെ ഡിവൈഡ് ചെയ്യുന്നത്. They are pure vowels. Okay, pure vowelsum and diphthongs. അങ്ങനെ രണ്ട് കാറ്റഗറിയിലാണ് നമ്മൾ ഈ ഒരു വവൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, they are diphthongs and pure vowels. Okay, a pure vowel is one of the production of which the tongue remains stationary throughout. That is, the vowel is exactly the same at the end and it was at the beginning. Okay, പ്യോർ വവൽ എന്ന് പറഞ്ഞാല് വവൽ സൗണ്ട്സിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവും സംഭവിക്കുന്നില്ല. അതായത് തുടക്കത്തിൽ ആ വവൽ എങ്ങനെയായിരുന്നു അതിന്റെ എൻഡിലും ആ വവൽ അതുപോലെ തന്നെ ആയിരിക്കും. സോ how it is in the starting, it will remains the same in the end also. Okay, അതാണ് പ്യോർ വവൽസ്. ഒരു തരത്തിലുള്ള മാറ്റവും അവിടെ സംഭവിക്കുന്നില്ല. But in the case of diphthongs, there is a change its quality in the course of its production സമയത്ത് there is a change. അത് ഒരു ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കും ഡിഫ്തോങ്സിൽ. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ പ്യോർ വവലിന് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ എന്നുള്ള സൗണ്ട്, ഓക്കെ, ഈ എന്നുള്ള സൗണ്ട് നമ്മൾ ഫോണിറ്റിക്സിൽ ഇങ്ങനെ എഴുതുക. ഈ എന്നുള്ള സൗണ്ട് കേട്ടോ, ഈ എന്നുള്ള സൗണ്ട് നമ്മൾ ഫോണിറ്റിക്സിൽ ഇങ്ങനെയാണ് എഴുതുക. ഇനി ഡിഫ്തോങ്സ് എന്ന് പറഞ്ഞാൽ ഒരു വവൽ സൗണ്ടിന്റെയും വേറൊരു വവൽ സൗണ്ടിന്റെയും ഒരു ഗ്ലൈഡിംഗ് ആണ്. അതായത് വവൽ സൗണ്ടിൽ നിന്ന് രണ്ട് വവൽസ് കൂടിച്ചേർന്നിട്ട്, അതായത് രണ്ട് വവൽ സൗണ്ട്സ് കൂടിച്ചേർന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സൗണ്ടിനെയാണ് നമ്മൾ ഡിഫ്തോങ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു വവലിൽ നിന്ന് മറ്റൊരു വവലിലേക്കുള്ള ഗ്ലൈഡിങ്. എക്സാമ്പിൾ ഞാനിപ്പോ പറയുന്നത് ഐ എന്നുള്ള സൗണ്ട് കേട്ടോ, ആ പ്ലസ് ഇ, ഐ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു പ്യോർ വവൽസിന്റെ തുടക്കം എങ്ങനെയാണോ അതിന്റെ എൻഡിലും അതുപോലെ തന്നെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഡിഫ്തോങ്സിന്റെ തുടക്കം എങ്ങനെയാണോ അതുപോലെയല്ല എൻഡില്. ഓക്കെ, അപ്പൊ ഈ പ്യോർ വവൽസ് എന്ന് പറയുമ്പോൾ ഇറ്റ് സിംപ്ലി പ്യോർ വവൽസ്, അത് അതുപോലെ തന്നെയാണ്. പക്ഷെ ഡിഫ്തോങ്സിൽ നമുക്ക് ഒരു വവൽ സൗണ്ടിൽ നിന്ന് മറ്റൊരു വവൽ സൗണ്ടിലേക്കുള്ള ഗ്ലൈഡിങ് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു വവൽ സൗണ്ടും വേറൊരു വവൽ സൗണ്ടും കൂടെ കൂടിച്ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സൗണ്ടാണ് എന്ന് പറയുന്നത് ഡിഫ്തോങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആ എന്നുള്ള സൗണ്ടും ഈ എന്നുള്ള സൗണ്ടും കൂടിച്ചേർന്നിട്ട് ഐ എന്നുള്ള ഒരു സൗണ്ടിലേക്ക് പ്രൊഡക്ഷൻ നടക്കുന്നത്. സോ ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ ക്വാളിറ്റി ഇൻ ദ കോഴ്സ് ഓഫ് ഇറ്റ്സ് പ്രൊഡക്ഷൻ ആണ് പറയുന്നത്. The tongue glides from one point to another point while it is being produced. ടങ് ഒരു ഗ്ലൈഡിംഗ് പൊസിഷനിൽ നിന്ന് മറ്റൊരു ഗ്ലൈഡിംഗ് പൊസിഷനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. There are 12 pure vowels and 8 diphthongs in English. ഇംഗ്ലീഷിൽ 12 പ്യൂർ വവൽസിനെയും 8 ഡിഫ്തോങ്സിനെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. So there are 12 pure vowels in English and also 8 diphthongs in English language. Okay. They are described in terms of the relative position of the tongue and the lips.
ടങ്ങിന്റെയും ലിപ്സിന്റെയും പൊസിഷൻസ് അനുസരിച്ചാണ് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഓൾ ദ വവൽസ്. എല്ലാ വവൽ സൗണ്ടിന്റെയും പ്രൊഡക്ഷനിൽ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഹെൻസ് ദേ ആർ ഓൾ വോയിസ്ഡ് സൗണ്ട്സ്. അതുകൊണ്ട് തന്നെ അതെല്ലാം വോയിസ്ഡ് സൗണ്ട്സ് ആണെന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് കാർഡിനൽ വവൽസ് ആണ്. അപ്പൊ എന്താണ് കാർഡിനൽ വവൽസ് എന്നുള്ളത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് കാർഡിനൽ വവൽസ്. അപ്പൊ എന്താണ് കാർഡിനൽ വവൽസ് എന്ന് നോക്കാം. So cardinal vowels are a set of imaginary vowel sounds with defined features of articulation. വളരെ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഓഫ് ആർട്ടിക്കുലേഷനോട് കൂടിയിട്ടുള്ള ഇമാജിനറി വവൽ സൗണ്ട്സിനെയാണ് നമ്മൾ കാർഡിനൽ വവൽ സൗണ്ട്സ് എന്ന് പറയുന്നത്. The term refers to a set of standard reference point devised by the British phonetician Daniel Jones. Daniel Jones എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഫോണറ്റീഷ്യൻ റെഫർ ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ് പോയിന്റ്സിന്റെ സെറ്റിനെയാണ് നമ്മൾ ഈ ഒരു ടേം ആയിട്ട് പറയുന്നത്. They are useful as a scale of reference for comparison of vowel sounds within a language and between different language. Okay, ഒരു കമ്പാരിസന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാർഡിനൽ വവൽസിന്റെ സൗണ്ടിന് വിത്തിൻ എ ലാംഗ്വേജിന്റെ ഉള്ളിലും മറ്റുള്ള ലാംഗ്വേജുമായിട്ട് ഡിഫറെന്റ് ലാംഗ്വേജസിന്റെയും ഇൻ ബിറ്റ്വീൻ ദം ഹൗ ഇറ്റ് ഇസ് റെഫേർഡ്. ഓക്കെ, റെഫറൻസ് ഫോർ കമ്പാരിസൺ ഓഫ് ദ വവൽ സൗണ്ട്സിന്റെ കമ്പാരിസന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ സീ എ ഡയഗ്രാം ഹിയർ. ഈ ഒരു ടോപ്പ് ഏരിയയിൽ നിങ്ങൾക്ക് ഒരു ഡയഗ്രാം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഡയഗ്രത്തിൽ ഇവിടെ ക്ലോസ്ഡ്, അതുപോലെ തന്നെ ഇവിടെ ഓപ്പൺ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാം. മീൻസ് നിങ്ങൾ ഈ ഡയഗ്രാം വരച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഡയഗ്രാം നിങ്ങൾ നോക്കുക. During the articulation of the cardinal vowels, the tongue and the lips play a significant role. Cardinal vowelന്റെ പ്രൊഡക്ഷൻ സമയത്ത് അല്ലെങ്കിൽ ആർട്ടിക്കുലേഷൻ സമയത്ത് നമ്മുടെ ടങ്ങും അതുപോലെ തന്നെ നമ്മുടെ ലിപ്സും വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. The tongue position of vowels are usually indicated in a vowel diagram or vowel quadrangle. Okay, ഈ ഒരു ടങ്ങിന്റെ പൊസിഷൻസ് ഇതാണ് നമ്മുടെ ടങ് കേട്ടോ. ടെങ്ങാണ് ഈ ഒരു വി ഷേപ്പിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ആർട്ടിക്കുലേഷൻ സമയത്ത് നമ്മളുടെ ഈ ഒരു ടങ് പൊസിഷൻ ഓഫ് വവൽസ് ആർ യൂഷ്വലി ഇൻഡിക്കേറ്റഡ് ഇൻ എ വവൽ ഡയഗ്രാം. ഒരു വവൽ ഡയഗ്രത്തിൽ ഈ ഒരു ടങ്ങിന്റെ പൊസിഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ദ ഡയഗ്രാം റെപ്രസെന്റ് ദ മോഡിഫൈഡ് ഷേപ്പ് ഓഫ് ടങ് ഇൻ ദ വേരിയസ് പൊസിഷൻ ഡ്യൂറിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് വവൽസ്. ഓക്കെ, അപ്പൊ ഈ ഒരു വവൽസിന്റെ പ്രൊഡക്ഷന്റെ സമയത്ത് നമ്മുടെ നാവ് എങ്ങനെയാണോ, നാവിന്റെ പൊസിഷൻ എങ്ങനെയാണോ, ടങ്ങിന്റെ പൊസിഷൻസ് എങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്ന ഡയഗ്രാമാണ് ഇത്. Okay, the positions are marked by numbers 1, 2, 3, 4, 5, 6, 7 and 8. Okay, അങ്ങനെ 8 പൊസിഷൻസിലാണ് നമ്മൾ 8 10 പൊസിഷൻസ് ഇതിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് സിംബലൈസ്ഡ് as point and 4 and 5 the lowest. Okay, അപ്പൊ ഇതില് it could be seen from the figure cardinals 1 and 8 indicate the highest point. 1 ഉം 8 ഉം highest പോയിന്റിനെയാണ് കാണിക്കുന്നതെങ്കിൽ 4 ഉം 5 ഉം lowest പോയിന്റിനെയാണ് കാണിക്കുന്നത്. For CV means cardinal vowels, 1 the front of the tongue is very close to the roof of the mouth, and for 8 the back of the tongue rises very close to the soft palate. Okay, അപ്പൊ ഈ ഒരു CV 1 അറിയുന്ന ഇതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു 1 മീൻസ് cardinal vowel 1 ഫ്രണ്ട് ഓഫ് ദ ടങ് is very close to the roof of the mouth. നാവിന്റെ ഫ്രണ്ട് ഭാഗം റൂഫ് ഓഫ് ദ മൗത്തിനോട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ 8ാമത്തെ നമ്പറിൽ 8 വരുന്നത് എവിടെയാണ്? ഇവിടെ. അവിടെ നമ്മുടെ ബാക്ക് ഓഫ് ദ ടങ് സോഫ്റ്റ് പലറ്റിനോട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നാ പറയുന്നത്. ഓക്കെ, cardinals 1, 4, 5 and 8 are extreme positions of cardinal vowels. Cardinal vowelsന്റെ എക്സ്ട്രീം പൊസിഷനിലാണ് 1 ഉം 4 ഉം 5 ഉം 8 ഉം. എന്താ 1 ഇതാ ഇവിടെ ഈ എന്നുള്ള സൗണ്ട്. പിന്നെ ഏതാ പറഞ്ഞിട്ടുള്ളത്? 4 ഏതാ? ആ എന്നുള്ള സൗണ്ട്. then 5 is സൗണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല, ഓ എന്നുള്ള സൗണ്ട് ആണ്. ഓക്കെ, ആൻഡ് സൗണ്ട് 8. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഈ ഡയഗ്രാം നല്ല രീതിയിൽ നിങ്ങളെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പൊ ഇത്രയും സൗണ്ട്സ് ആണ് ഇവിടെ പറയുന്നത്. ദേ ആർ എക്സ്ട്രീം പൊസിഷൻസ് ഓഫ് cardinal vowels. The terms close and open refers to the height of the tongue to which it is raised or lowered. Okay, എത്രത്തോളം ഹൈറ്റിലേക്ക് ടങ് റേസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ലോ ആക്കി പെടുന്നുണ്ട്, മീൻസ് ലോവറിലാക്കി കൊണ്ടുവരുന്നുണ്ട്, അതിനെ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ എന്നുള്ള രീതിയിൽ പറയുന്നത്. ക്ലോസ് വവൽസ്, ഓപ്പൺ വവൽസ് എന്ന് പറയുന്നത്.
Front and back refers to the part of the tongue that is raised. Okay, front ഭാഗവും ബാക്ക് ഭാഗവും നമ്മളെ tongueന്റെ ഏത് ഭാഗമാണ് റേസ് ചെയ്തിട്ടുള്ളതിനെ കുറിച്ചും പറയുന്നുണ്ട്. There are two intermediate levels, രണ്ട് intermediate levels ഉണ്ട്, which divide up the intervening space into areas that are half open and half closed. അങ്ങനെ രണ്ട് intermediate levels ഉണ്ടെന്ന് പറയുന്നു. പറഞ്ഞുതരാം കേട്ടോ ഒരു മിനിറ്റ്. The lips are at different positions such as neutral, spread, rounded, etc. Lip neutral ആയിരിക്കാം, spread ആയിരിക്കാം, rounded ആയിരിക്കാം. For cardinal number 1, the lips are spread. Okay. ഇപ്പൊ ഈ എന്നുള്ള സൗണ്ട് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ കാർഡിലെ വോവൽസ് എന്താണ്, നമ്മുടെ ലിപ്സ് എന്താണ്, സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. അത് ഇങ്ങനെ ഈ പരന്നിരിക്കുകയാണ്. ഓക്കെ. ഇനി നമ്മള് ത്രീ എന്ന് പറയുന്നത് നമ്മുടെ എന്നുള്ള സൗണ്ടിലാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഫോർത്ത് സൗണ്ട് ആണ് ഓ, ഓപ്പൺ. ഓക്കെ. ആ സൗണ്ടിലൊക്കെ നമ്മൾ ലിപ്സ് എന്താണ്, ന്യൂട്രൽ ആണെന്നാ പറയുന്നത്. ഓക്കെ. പിന്നെ ചില സൗണ്ട്സ് ഓ, ഊ എന്നൊക്കെ പറയുന്ന സമയത്ത്, അതായത് നമ്മളെ കാർഡിനൽ വവൽ 5, 8 ഒക്കെ ഓ എന്നൊക്കെ പറയുന്ന സമയത്ത് ദേ ആർ റൗണ്ടഡിലാണ് നമ്മുടെ ലിപ്സ് ഇരിക്കുന്നത്. ദ വവൽസ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ടേംസ് ഓഫ് height to which the tongue is raised or lowered. നമ്മളെ tongue എത്രത്തോളം ഹൈറ്റിലേക്ക് റൈസ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ലോ ചെയ്തിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വവൽസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻഡ് ദ പാർട്ട് ഓഫ് ദ tongue that is raised and position of lips. ഓക്കെ. നമ്മുടെ tongueന്റെ പാർട്ട് ഏത് ഭാഗമാണ് പൊന്തിയിട്ടുള്ളത്, അതുപോലെ തന്നെ നമ്മുടെ ലിപ്സ് എങ്ങനെയായിരിക്കുന്നത്, അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വവൽസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇപ്പൊ റൗണ്ടഡ് ആണോ, അൺറൗണ്ടഡ് ആണോ, ന്യൂട്രൽ ആണോ, സ്പ്രെഡ് ആണോ, അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈ ഒരു ലിപ്സിന്റെ പൊസിഷനനുസരിച്ചും നമ്മുടെ ടെങ്ങിന്റെ ഏത് ഭാഗമാണ് റേസ് ചെയ്തിട്ടുള്ളതിനനുസരിച്ചും എത്രത്തോളം ഹൈറ്റിലേക്ക് അത് റേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്യോർ വവൽസ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു ഡയഗ്രാം കാണാൻ സാധിക്കും. ടെങ്ങിന്റെ പൊസിഷൻ ആണ് ഇവിടെയും കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഓരോ സൗണ്ട്സും അത് എങ്ങനെയാണ്, അതിന് എക്സാമ്പിൾസ് ഉണ്ട്, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് ആ ഒരു സൗണ്ട് റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് ഈ ഒരു ഡയഗ്രത്തിൽ പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ഓഫ് വവൽസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഞാനിപ്പോ ഓരോ സൗണ്ട്സും അതിനുള്ള എക്സാമ്പിൾസും പറഞ്ഞു തരാം. എന്നിട്ട് ആ ഒരു സൗണ്ട് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടങ്ങിന്റെ ഇതിന്റെയൊക്കെ ബേസിൽ ഹൗ ഇറ്റ് ഇസ് ഡിസ്ക്രൈബ്ഡ് എന്നുള്ളത് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്യോർ വവൽസ് ആണ് കേട്ടോ. പ്യോർ വവൽസ്, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പ്യോർ വവൽസ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡയഗ്രാം കാണാം, ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണാം. ഇത് എഫ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഫ്രണ്ട് ആണ്, സി എന്ന് ഡിനോട്ട് ചെയ്യുന്നത് സെന്ററും, ബി എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ബാക്കും ആണ് കേട്ടോ. ഫ്രണ്ട്, സെന്റർ, ബാക്ക്, അങ്ങനെയാണ് 3 ഡിവിഷനിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നത് നിങ്ങളുടെ ടെങ് ആണ്, നിങ്ങളുടെ നാവാണ്. പിന്നെ ഈ കാണുന്നതൊക്കെ ഓരോരോ സൗണ്ട്സ് ആണ്. ഓക്കെ. ദീസ് ആർ സം ഓഫ് ദ സൗണ്ട്സ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ക്ലോസ് കാണാം, ഹാഫ് ക്ലോസ് കാണാം, ഹാഫ് ഓപ്പൺ കാണാം, ബോത്ത് സൈഡ്സ് യു ക്യാൻ സീ ദോസ് തിങ്സ്. ഓക്കെ. പിന്നെ ഇവിടെ കുറച്ച് സൗണ്ട്സ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സൗണ്ട്സ് ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് സൗണ്ട്സ് പറഞ്ഞു പോയിട്ട് നിങ്ങൾക്ക് അറിയുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഓക്കെ. എനിക്ക് അറിയില്ല, മീൻസ് നിങ്ങൾക്ക് ഈ സൗണ്ട്സ് എന്തൊക്കെ എങ്ങനെയൊക്കെയാന്നുള്ളത് അറിയുമെന്ന് എനിക്ക് അറിയില്ല. സ്റ്റിൽ നമുക്ക് ഇപ്പൊ ഒന്ന് പറഞ്ഞു പോകട്ടോ. സൗണ്ട്സ് നിങ്ങൾക്ക് അറിയുന്ന ഞാൻ വിചാരിക്കുന്ന ഫോണറ്റിക്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് സൗണ്ട്സ് അറിയുന്നുണ്ടായിരിക്കും. സ്റ്റിൽ നമുക്ക് ഈ സൗണ്ട്സ് ഏതൊക്കെയാന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിന് കുറച്ച് എക്സാമ്പിൾസും പറയാം. ഓക്കെ. നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത് പ്യോർ വവൽസ് ആണ്. പ്യോർ വവൽസിന്റെ ചാർട്ടും അതുപോലെ തന്നെ സൗണ്ട്സും അതിന് കുറച്ച് എക്സാമ്പിൾസും പിന്നെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ, ഇത് 3ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നമ്മൾ പറഞ്ഞു ഫ്രണ്ട് ഉണ്ട്, സെൻട്രൽ ഉണ്ട്, ബാക്ക് ഉണ്ട് പറഞ്ഞു. അങ്ങനെ 3ആയിട്ട് നമ്മൾ ഈ ഒരു വവൽസിനെ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നമ്മൾ പറഞ്ഞിരുന്നു സെൻട്രൽ വവൽസ് ഉണ്ട്, ഫ്രണ്ട് ടങ്ങിന്റെ വിച്ച് പൊസിഷൻ ഫ്രണ്ട് ഭാഗമാണോ പോകുന്നത്, സെൻട്രൽ ഭാഗമാണോ പോകുന്നത്, ബാക്ക് ഭാഗമാണോ പോകുന്നത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെയാണ് സൗണ്ട്സ്, അതെങ്ങനെയൊക്കെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ. അപ്പൊ അതിനു മുൻപ് നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് സൗണ്ട്സ്. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ്, ഇതൊക്കെ ഏതൊക്കെ സൗണ്ട്സ് ആണെന്നുള്ളത് പറയുന്നത്. ഓക്കെ. മലയാളത്തിൽ നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എഴുതി പോകട്ടോ. സോ ഈ ഫസ്റ്റ് സൗണ്ട് ആണ് ഈ എന്നുള്ള സൗണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ 2 കുത്തിട്ടിട്ടുണ്ട്. ഓക്കെ. ഈ എന്നുള്ളതിന് 2 കുത്തിട്ടുണ്ട്. പക്ഷെ ഞാനത് ഫോണറ്റിക്കലി ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ ആ കുത്തി ഇടുന്നില്ല കേട്ടോ. പക്ഷെ സൗണ്ട് ഈ എന്നുള്ളത് തന്നെയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. ഇത് ഈ എന്നുള്ള സൗണ്ട് ആണ്. മലയാളത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. ഈ എന്നുള്ള ഒരു സൗണ്ട് ആണ് ഇത്. ഓക്കെ. ഇത് അതിന്റെ ഷോർട്ട് ഫോം ആണ് ഇ. ഓക്കെ. ഇത് എ എന്നുള്ള സൗണ്ട് ആണ്.
ഇത് അപ്പൊ എന്താവും എ എന്നുള്ള സൗണ്ടാണ്. ഓക്കെ, ഇത് ആ എന്നുള്ള സൗണ്ടാണ്. അപ്പൊ ആ എവിടെ? ഇതാണ് കേട്ടോ ആ. നമ്മള് വി തിരിച്ചിട്ട പോലത്തെ ഈ ഒരു ഇതാണ് ആ എന്നുള്ള സൗണ്ട്. ഇത് ഓ എന്നുള്ള സൗണ്ടാണ്. ഇത് ഓ എന്നുള്ള സൗണ്ടാണ്. ഓക്കെ, ഇത് ഊ എന്നുള്ള സൗണ്ടാണ്. ഇത് ഊ എന്നുള്ള സൗണ്ടാണ്. ഇത് രണ്ടും എഴുതാന് അറിയില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അക്ഷരം ഇല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിക്കോളി. ഓക്കെ, ആക്ച്വലി ഇങ്ങനെ ഒരു സൗണ്ട് ഇല്ല കേട്ടോ. എന്നുള്ള സൗണ്ടാണ്. ഇങ്ങനെ ഒരു അക്ഷരം ഇല്ല, മലയാളത്തിലില്ല. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതിക്കോളി. അപ്പൊ ഇത്രയാണ് കാണുന്നുണ്ട് വിചാരിക്കുന്നു. ഇത്രയാണ് നമ്മുടെ സൗണ്ട്സ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ സൗണ്ട്സ്. ഇ ഇ എ എ ആ ഓ ഓ. ഇതാണ് കേട്ടോ ആന്റെ ആ ഇവിടെയാണ്. പിന്നെ ഉ ഊ ഓക്കെ, ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ ആന എടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ സൗണ്ട്സ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫോണറ്റിക്സിൽ നമ്മൾ സൗണ്ട്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 2 സ്ലാഷിന്റെ നടുക്കായിട്ടാണ്. അപ്പൊ ഓരോ സൗണ്ട്സും ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. അങ്ങനെ മലയാളത്തിൽ നിങ്ങൾ ജസ്റ്റ് വെറുതെ ഒന്ന് എഴുതി വെച്ചോളൂ വേണമെങ്കിൽ. ഓക്കെ, അപ്പൊ ഇതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇനി നമ്മൾ പറയുന്നത്. ഹീഡ്, ഫീഡ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫീഡ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 2 ഈ എന്നുള്ള സൗണ്ട്, ഫീഡ്. ഓക്കെ, അടുത്തതാണ് ഡിഡ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ബി, ഡിഡ്, ഈ എന്നുള്ള സൗണ്ട്. അപ്പൊ ഈ എന്നല്ല, ഡീഡ് എന്നല്ല, ഇവിടെ ഡിഡ് എന്നാണ്. ഓക്കെ, അടുത്ത സൗണ്ടാണ് ബെഡ്. ബേ ബേ എ ബേ എ സൗണ്ട്. ഓക്കെ, അടുത്തതാണ് ബാഡ്. സോറി, ബാഡ്. ബേ എ സൗണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അടുത്തതാണ് ഹാർഡ്. ആ ഒരു സൗണ്ട്, ആ സൗണ്ട്. ഓക്കെ, അടുത്തതാണ് ഡോർ. ഡോർ. ഓക്കെ, ഡോർ. ഓക്കെ, സോറി, ഡോർ അല്ല കേട്ടോ, സോറി, ഡോർ ഓ എന്നുള്ളതിനാണ് കേട്ടോ. ഇവിടെയാണ് കേട്ടോ ഡോർ വരുന്നത്. ഡോർ ഓ എന്നുള്ള സൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയാണ് ഹോട്ട്. ഹോ ഓ ഹോ ഓ, ഒറ്റ ഓ മാത്രമേ ഉള്ളൂ. ഇവിടെ ഓ എന്നുണ്ട്, ഡോർ. ഓക്കെ, ഇനി ഇവിടെയാണ് ഊ എന്നുള്ള സൗണ്ടിന് കുക്ക്. ഓക്കെ, കുക്ക്, കൂ, കുക്ക്, കൂക്ക്. ഓക്കെ, അടുത്തത് ഊ എന്നുള്ള സൗണ്ടിന് കൂൾ അല്ലെങ്കിൽ പൂൾ. ഓക്കെ, ഇതിലൊക്കെ ഊ എന്നുള്ള സൗണ്ട്. ഇവിടെ 2 ഓ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കൂക്ക് നല്ല കുക്ക് തന്നെയാണ്. അപ്പൊ അവിടെ ഒരു ഓ വരുന്നുള്ളൂ. കൂൾ എന്നുള്ളടത്ത് ഊ എന്നുള്ളത് കൊണ്ട് ഊ സൗണ്ട് കേട്ടോ. ഇനി അടുത്തതാണ് ആ, കപ്പ്. കുപ്പ് നല്ല വായിക്കുക, കപ്പ്, കപ്പ്. ഓക്കെ, അടുത്തതാണ് നമ്മൾ പറഞ്ഞ സൗണ്ടും എന്നുള്ള സൗണ്ടും. ഓക്കെ, അപ്പൊ എന്നുള്ള സൗണ്ടിന്റെ ആദ്യം നോക്കാം. ഫാദർ. ഫാദർ. ഓക്കെ, ഇവിടെയാണ് ഈ ഒരു സൗണ്ട് വരുന്നത്. ഇനി ഇവിടെയാണെങ്കിൽ കേർഡ്. അപ്പൊ സൗണ്ട് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് സൗണ്ട്സും അതിന് എക്സാമ്പിൾസും നമ്മളുടെ ഡയഗ്രാം. ഓക്കെ, ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് പെട്ടെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഡയഗ്രാം ഒക്കെ വരച്ച് എഴുതി എക്സാമ്പിൾസ് വെച്ച് കാണിച്ചു തന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് നോക്കാനുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഇതിവിടെ ഇങ്ങനെ വരച്ചു വെച്ചത്. അപ്പൊ നമുക്ക് ഡിസ്ക്രിപ്ഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഫോർ വവൽസ് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഫ്രണ്ട് വവൽ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഫ്രണ്ട് വവൽ എന്നുള്ളത് നോക്കാം. ഈ എന്നുള്ള സൗണ്ട് ആണ് ഇവിടെ ഫ്രണ്ട് വവലിൽ പറയുന്നത്. So the front of the tongue is raised in the direction of the hard palate. Okay, front ഭാഗം tongueന്റെ ഫ്രണ്ട് ഭാഗം ഹാർഡ് പാലറ്റിന് നേരെ റേസ് ചെയ്യുന്നുണ്ട്. To a position almost near close. Okay, വളരെ ക്ലോസിനോട് നിയർ ആയിക്കൊണ്ട് പൊസിഷനിലാണ് പോകുന്നത്. And the tongue is tense and
tense and the lips are spread. Okay, tongue എന്ത് ചെയ്യുന്നുണ്ട്? It is in the form of a tensed position and lips are spread. Lips എന്ത് ചെയ്യുന്നുണ്ട്? Spread ചെയ്യുന്നുണ്ട്. And it is a front close unrounded vowel. It occurs initially, medially and finally. അതൊരു unrounded ആയിട്ടുള്ള ഫ്രണ്ട് ക്ലോസ് അൺറൗണ്ടഡ് ആയിട്ടുള്ള ഒരു വവൽ ആണ്. അത് ഇനീഷ്യലി, മീഡിയലി, ഫൈനലി നടക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ സൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫ്രണ്ട് സൗണ്ട്. ഓക്കെ, അത് ക്ലോസിനോട് അടുത്താണ് നമ്മൾ പറഞ്ഞു അല്ലെ, ക്ലോസിനോട് അടുത്താണ്, അത് ഫ്രണ്ട് വവലാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അടുത്ത സൗണ്ടാണ് ഇ എന്നുള്ള സൗണ്ട്. സോ ദ ഫ്രണ്ട് ഓഫ് ദ ടങ് നിയറർ ടു ദ സെന്റർ ദാൻ ടു ദ ഫ്രണ്ട് ഇസ് റേസ്ഡ് ജസ്റ്റ് അബവ് ദ ഹാഫ് ക്ലോസ് പൊസിഷൻ. ഹാഫ് ക്ലോസ് പൊസിഷന്റെ കുറച്ച് മുകളിലായിട്ടാണ്, കുറച്ച് എബോവ് ആയിട്ടാണ് ഈ ഒരു സൗണ്ട് വരുന്നത്. ആൻഡ് ദ ഫ്രണ്ട് ഓഫ് ദ ടങ് ഇസ് നിയറർ ടു ദ സെന്റർ ദാൻ ടു ദ ഫ്രണ്ട്. ഓക്കെ, ഈ ഒരു സെന്റർ ഭാഗത്തിനോട് കുറച്ച് ക്ലോസ് ആയിക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്, അല്ലാതെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തിനോട് ക്ലോസ് ചെയ്തിട്ടല്ല, സെന്റർ ഭാഗത്തിനോട് ക്ലോസ് ചെയ്തിട്ടാണ് പറയുന്നത്. The tongue is comparatively lax and the lips are loosely spread. Okay, ഈ ഒരു ഫ്രണ്ട് എന്താണ്, സോറി ഈ ടങ് എന്താണ്, ഇറ്റ് ഇസ് ഇൻ എ ലാക്സ് പൊസിഷൻ ആൻഡ് the lips are loosely spread. ലിപ്സ് വളരെ ലൂസ് ആയിട്ട്, ഈ എന്ന് പറയുമ്പോൾ ലിപ്സ് കുറച്ച് ലൂസ് ആയിട്ട്, ഈ എന്നുള്ള സൗണ്ട് പറയുമ്പോൾ ലിപ്സ് കുറച്ച് ലൂസ് ആയിട്ടാണ് പറയുന്നത്. ഇറ്റ് ഒക്കേഴ്സ് ഇനീഷ്യലി, മീഡിയലി ആൻഡ് ഫൈനലി. ഇനീഷ്യലും ഈ മിഡിലും ഫൈനലും അത് ഒക്കർ ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സിറ്റി ആണ്. ഓക്കെ, അടുത്ത സൗണ്ട് ആണ് എ എന്നുള്ള സൗണ്ട്. നമ്മൾ എ എന്നുള്ള സൗണ്ട്. സോ ദ ഫ്രണ്ട് ഓഫ് ദ ടങ് ഇസ് റേസ്ഡ് ബിറ്റ്വീൻ ഹാഫ് ക്ലോസ് ആൻഡ് ഹാഫ് ഓപ്പൺ പൊസിഷൻ. ഹാഫ് ക്ലോസിന്റെയും ഹാഫ് ഓപ്പൺ പൊസിഷന്റെയും നടുക്കായിട്ടാണ് എ സൗണ്ട് വരുന്നത്. ആൻഡ് ലിപ്സ് ആർ ലൂസ്ലി സ്പ്രെഡ്. ലിപ്സ് എന്താ വളരെ ലൂസായിട്ട് സ്പ്രെഡ് ചെയ്ത് നിൽക്കുകയാണ്. ഇറ്റ് ഈസ് എ ഫ്രണ്ട് അൺറൗണ്ടഡ് വവൽ ബിറ്റ്വീൻ ഹാഫ് ക്ലോസ് ആൻഡ് ഹാഫ് ഓപ്പൺ. ഹാഫ് ക്ലോസിന്റെയും ഹാഫ് ഓപ്പണിന്റെയും നടുക്ക് നിൽക്കുന്ന ഒരു അൺറൗണ്ടഡ് വവലാണ്. ഫ്രണ്ട് ഭാഗത്താണല്ലോ അത്. സോ ഫ്രണ്ട് അൺറൗണ്ടഡ് വവലാണ്. ഹാഫ് ക്ലോസിന്റെയും ഹാഫ് ഓപ്പണിന്റെയും നടുക്ക് നിൽക്കുന്ന സൗണ്ടാണ് എ എന്നുള്ള സൗണ്ട്. ഓക്കെ, ഇറ്റ് ഒക്കേഴ്സ് ഇനീഷ്യലി ആൻഡ് മീഡിയലി. ഇനീഷ്യലിലും മീഡിയലിലും ആണ് ഈ ഒരു ഇത് ഒക്കർ ചെയ്യുന്നത്. എക്സാമ്പിൾ എഗ്, ബെറ്റ് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നു. അടുത്ത സൗണ്ടാണ് എ എന്നുള്ള സൗണ്ട്. സോ ദ ഫ്രണ്ട് ഓഫ് ദ ടങ് ഇസ് റേസ്ഡ് ബിറ്റ്വീൻ ഹാഫ് ഓപ്പൺ ആൻഡ് ഓപ്പൺ പൊസിഷൻ. ഓക്കെ, ഹാഫ് ഓപ്പണിന്റെയും നടുക്കായിട്ടാണ് എന്ത് നിൽക്കുന്നത്, ഇതിന്റെ രണ്ടിന്റെയും നടുക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് എ എന്നുള്ള സൗണ്ട് നിൽക്കുന്നത്. The lips are neutrally open. Okay, ന്യൂട്രൽ ആയിട്ട് ഓപ്പൺ ചെയ്ത് നിൽക്കുകയാണ് ലിപ്സ്. It is a front unrounded vowel just below the half open position. ഹാഫ് ഓപ്പൺ പൊസിഷന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു അൺറൗണ്ടഡ് വവലാണ്. ഫ്രണ്ട് അൺറൗണ്ടഡ് വവലാണ് എന്തെന്ന് പറയുന്നത്, എ എന്നുള്ള സൗണ്ട് പറയുന്നത്. ആൻഡ് ഇറ്റ് ഒക്കേഴ്സ് ഇനീഷ്യലി ആൻഡ് മീഡിയലി. ഇനീഷ്യലും മീഡിയലും ആണ് ഇത് ഒക്കർ ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നത് ബാറ്റ് എന്നുള്ളത്, ബാറ്റ് ഓർ ബാഡ്. ഓക്കെ, എന്തായാലും അതാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ബാക്ക് വവൽസ് ആണ്. ഓക്കെ, നമ്മളിപ്പോ ഫ്രണ്ട് വവൽസിനെയാണ് ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ബാക്ക് വവൽസ് ആണ് കേട്ടോ. അപ്പൊ ആ എന്നുള്ള സൗണ്ടിൽ നമുക്ക് ആദ്യം തുടങ്ങാം. സോ ആ എന്നുള്ള സൗണ്ടിന് എക്സാമ്പിൾ നമ്മളിവിടെ പറഞ്ഞു ഹാർഡ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ സൗണ്ട് എങ്ങനെയാ നോക്കാം. ആ പാർട്ട് ഓഫ് ദ ടങ് ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് ദ ബാക്ക് ഈസ് ഇൻ ദ ഫുള്ളി ഓപ്പൺ പൊസിഷൻ. ഓക്കെ, ഈ ഒരു ടെങ്ങിന്റെ പാർട്ട് ഓഫ് ദ ടെങ്ങിന്റെ ഒരു ഭാഗം ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ദ സെന്റർ ആൻഡ് ബാക്ക്. സെന്ററിന്റെ ബാക്കിന്റെയും ബിറ്റ്വീനിലായിട്ടാണ് ടെങ്ങിന്റെ പൊസിഷൻ കാണുന്നത്. ഓക്കെ, ആൻഡ് ദ ജോസ് ആർ വൈഡ് ഓപ്പൺ. നമ്മുടെ ജോസ് എന്താണ്, വൈഡ് ഓപ്പൺ ആയിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് ദ ലിപ്സ് ആർ ന്യൂട്രലി ഓപ്പൺ. നമ്മുടെ ലിപ്സ് എങ്ങനെയാണ്, ന്യൂട്രൽ ആയിട്ട് ഓപ്പൺ ചെയ്താൽ നിൽക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ ബാക്ക് ഓപ്പൺ അൺറൗണ്ടഡ് വവൽ. ഒരു ബാക്ക് ഓപ്പൺ അൺറൗണ്ടഡ് വവൽ ആണ് നമ്മുടെ ആ എന്നുള്ള സൗണ്ട്. ഇറ്റ് ഒക്കേഴ്സ് ഇനീഷ്യലി, മീഡിയലി ആൻഡ് ഫൈനലി. ഇനീഷ്യലും മീഡിയലും ഫൈനലും ഒക്കർ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ആണ് കാർ എന്നുള്ളത്. അടുത്ത സൗണ്ട് ആണ് ഓ എന്നുള്ളത് നമ്മുടെ സൗണ്ട്. ഹോട്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ ദ ബാക്ക് ഓഫ് ദ ടങ് ഇസ് ജസ്റ്റ് അബവ് ദ ഫുള്ളി ഓപ്പൺ പൊസിഷൻ. നമ്മുടെ ടങ്ങിന്റെ ബാക്ക് ഭാഗം ഫുള്ളി ഓപ്പൺഡ് പൊസിഷന്റെ മുകളിലാണ്. ജസ്റ്റ് അബവ് ദ ഫുള്ളി ഓപ്പൺ പൊസിഷൻ. ഓക്കെ, ആൻഡ് ദ ജോസ് ആർ വൈഡ് ഓപ്പൺ. നമ്മുടെ ജോസ് വൈഡ് ഓപ്പൺ ആയിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് ദ ലിപ്സ് ആർ സ്ലൈറ്റ്ലി റൗണ്ട്. നമ്മുടെ ലിപ്സ് ഓ എന്ന് പറയുമ്പോൾ സ്ലൈറ്റ്ലി റൗണ്ട് ഷേപ്പിലായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. They are slightly round. It occurs initially. The jaws are wide open and the lips are slightly rounded.
It's a back rounded vowel just above the open position. Open position തൊട്ട് above നിൽക്കുന്ന ഒരു back rounded vowel ആണ് O. It occurs initially and medially in the words. Okay, words initially medially നടക്കുന്നുണ്ട്. Box ആണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അടുത്ത നമ്മുടെ സൗണ്ട് ആണ് എന്നുള്ള സൗണ്ട്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു കേർഡ് എന്നുള്ളത്. സോ ഓക്കെ, എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു, സോറി എന്നുള്ള സൗണ്ട് അല്ല കേട്ടോ, എന്നുള്ള സൗണ്ട് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിരുന്നു കേർഡ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നോക്കാം. The back of the tongue is raised in the direction of the soft palate. Okay, നമ്മൾ ടെങ്ങിന്റെ ബാക്ക് ഭാഗം സോഫ്റ്റ് പാലറ്റിന്റെ ഡിറക്ഷനിലേക്ക് റേസ് ചെയ്യുന്നുണ്ട്. ബിറ്റ്വീൻ ഹാഫ് ഓപ്പൺ ആൻഡ് ഹാഫ് ക്ലോസ്, ഹാഫ് ഓപ്പണിന്റെ ഹാഫ് ക്ലോസിന് നടുക്കായിട്ടാണ് നമുക്ക് ഈ ഒരു എന്നുള്ള സൗണ്ട് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, എന്നുള്ള സൗണ്ട് അല്ല ഓ എന്നുള്ള സൗണ്ട് കേട്ടോ. സോറി, ഐ എം സോറി, വെരി സോറി. അപ്പൊ നമ്മളിപ്പോ എന്നുള്ള സൗണ്ടിനെ കുറിച്ചല്ല പറയുന്നത്, ഓ എന്നുള്ള സൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. സോ ഇതിലാകെ എഴുതിയതിലുള്ള ഒരു മിസ്റ്റേക്സ് ആണ് കേട്ടോ, ഇതിൽ പ്രിന്റ് ചെയ്തതിന്റെ ഒരു മിസ്റ്റേക്ക് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓ എന്നുള്ള സൗണ്ട് ആണ്. അപ്പൊ ഹാഫ് ഓപ്പണിന്റെ ഹാഫ് ക്ലോസിന് നടുക്കായിട്ട് നമുക്ക് ഓ എന്നുള്ള സൗണ്ട് കാണാൻ പറ്റുന്നത്. ആൻഡ് ദ ബാക്ക് ഓഫ് ദ ടങ് ഇസ് റേസ്ഡ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് സോഫ്റ്റ് പാലറ്റ് ബിറ്റ്വീൻ ഹാഫ് ഓപ്പൺ ആൻഡ് ഹാഫ് ക്ലോസ്. ഓക്കെ, അപ്പൊ ടെങ്ങിന്റെ ഒരു ഭാഗം സോഫ്റ്റ് പാലറ്റിന്റെ ആ ഒരു ഇതിലോട്ട് റേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ഹാഫ് ക്ലോസ് ആൻഡ് ഹാഫ് ഓപ്പൺ എന്നാണ് പറയുന്നത് കേട്ടോ. ദ ലിപ്സ് ആർ റൗണ്ടഡ്. ഓ എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ ലിപ്സ് എന്താണ്, റൗണ്ട് ആയിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ബാക്ക് റൗണ്ടഡ് വോവൽ ബിറ്റ്വീൻ ഹാഫ് ഓപ്പൺ ആൻഡ് ഹാഫ് ക്ലോസ്. ഇറ്റ് ഓക്കേഴ്സ് ഇനീഷ്യലി, മിഡിലി ആൻഡ് ഫൈനലി. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ബോട്ട് അല്ലെങ്കിൽ ഓട്ട് എന്നുള്ള സൗണ്ട് ആണ് കേട്ടോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഊ സൗണ്ടിനെ കുറിച്ചാണ്. സോ ദ പാർട്ട് ഓഫ് ദ ടങ് നിയറർ ടു ദ സെന്റർ ദാൻ ദ ബാക്ക് ഇസ് റേസ്ഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ സോഫ്റ്റ് പാലറ്റ് ടു എ ഹൈറ്റ് ജസ്റ്റ് അബവ് ദ ഹാഫ് ക്ലോസ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ ഒരു ടെങ്ങിന്റെ ഭാഗം ഇറ്റ് ഇസ് നിയറർ ടു ദ സെന്റർ, സെന്ററിനോട് നിയറർ ആയിട്ടാണ് നിൽക്കുന്നത്. It is nearer to the center. Then the back is raised in the direction of soft palate. ടെങ്ങിന്റെ ബാക്ക് ഭാഗം സോഫ്റ്റ് പാലറ്റിനോട് റേസ് ചെയ്യുന്നുണ്ട് ടു എ ഹൈറ്റ് ജസ്റ്റ് അബവ് ദ ഹാഫ് ക്ലോസ്. ഹാഫ് ക്ലോസിന്റെ ജസ്റ്റ് അബോവിൽ നിൽക്കുന്ന ആ ഒരു പൊസിഷനിൽ ടെങ് എന്ത് ചെയ്യുന്നുണ്ട്, സോഫ്റ്റ് പാലറ്റിന്റെ ഡയറക്ഷനിലേക്ക് റേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. The lips are closely rounded. Okay, lips എങ്ങനെയാണ്, റൗണ്ടഡ് ആണ്. They are closely rounded എന്നാ പറയുന്നത്. And it is a back rounded vowel just above the half close. ഹാഫ് ക്ലോസിന്റെ മുകളിൽ ഒക്കെ ചെയ്യുന്ന ഒരു റൗണ്ടഡ് വോവൽ, ബാക്ക് റൗണ്ടഡ് വോവൽ ആണ് ഊ സൗണ്ട്. ആൻഡ് ദിസ് ഡസ് നോട്ട് ഒക്കർ ഇനീഷ്യലി, ഇനീഷ്യൽ പൊസിഷനിൽ ഇത് ഒക്കർ ചെയ്യുന്നില്ല. ഇറ്റ് ഒക്കേഴ്സ് മീഡിയലി ഇൻ പുട്ട് ആൻഡ് ഷുഗർ. ഓക്കെ, പുട്ട് ഷുഗർ എന്ന വേർഡിലൊക്കെ ഇനീഷ്യൽ ആണ് അത്, മീഡിയൽ ആണ് അത് ഒക്കർ ചെയ്യുന്നത് എങ്കിൽ ഇറ്റ് ഒക്കേഴ്സ് ഓൺലി ഇൻ ദ പ്രിപ്പോസിഷൻ ടു. ഓക്കെ, ഫൈനൽ പൊസിഷനിൽ ഒക്കർ ചെയ്യുന്നത് പ്രിപ്പോസിഷൻ ആയിട്ടുള്ള ടൂവിലാണ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഊ സൗണ്ട് ആണ്. പൂൾ, കൂളൊക്കെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ ബാക്ക് ഓഫ് ദ ടങ് ഈസ് റേസ്ഡ് ടു എ ഹൈറ്റ് വെരി നിയർ ടു ദ ക്ലോസ് പൊസിഷൻ. ഓക്കെ, ക്ലോസ് പൊസിഷന് വളരെ അടുത്ത് നിയറർ ആയിട്ട് റേസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ടെങ്ങിന്റെ ബാക്ക് ഭാഗം. ദ ലിപ്സ് ആർ ക്ലോസ്ലി റൗണ്ടഡ്. നമ്മുടെ ലിപ്സ് എങ്ങനെയാണ്, റൗണ്ടഡ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ ബാക്ക് ക്ലോസ് റൗണ്ടഡ് വവൽ. അതൊരു ബാക്ക് ക്ലോസ് റൗണ്ടഡ് വവൽ ആണ്. ഇറ്റ് ഒക്കേഴ്സ് ഇനീഷ്യലി, മീഡിയലി ആൻഡ് ഫൈനലി. ഇനീഷ്യൽ ഭാഗത്തും മീഡിയൽ ഭാഗത്തും ഫൈനൽ ഭാഗത്തും അത് ഒക്കർ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ബൂട്ട് ആണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ള സെൻട്രൽ വവലാണ്. അപ്പൊ നമ്മൾ ഫ്രണ്ട് വവൽസും ബാക്ക് വവൽസും പറഞ്ഞു. ഇനി നമുക്ക് സെൻട്രൽ വവൽസ് നോക്കാം. 3 സെൻട്രൽ വവൽസ് ആണ് നമുക്ക് ഉള്ളത്. ആ സൗണ്ടും സൗണ്ടും സൗണ്ടും. അതുകൊണ്ടാണ് കേട്ടോ ഇത് 3 ഒരുമിച്ച് എഴുതിയിട്ടുള്ളത്. സോ ഈ കുറച്ച് ഭാഗങ്ങൾ ഫ്രണ്ടും പിന്നെ ബാക്കും, ഈ 3 നമ്മള് സെൻട്രൽ വവൽസ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ദ സെന്റർ ഓഫ് ദ ടങ് ഇസ് റേസ്ഡ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ദ പാലറ്റ്, to high just above the open position. Okay, അപ്പൊ ഓപ്പൺ പൊസിഷന്റെ ആന്നുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. ദ സെന്റർ ഓഫ് ദ ടങ് ഇസ് റേസ്ഡ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് ദ പലേറ്റ്. ഓക്കെ, നമ്മുടെ ടങ്ങിന്റെ സെന്റർ ഭാഗം പലേറ്റിനോട്, ഹാർഡ് പലേറ്റിന്റെ ആ ഒരു ഡിറക്ഷനിൽ റേസ് ചെയ്യുന്നുണ്ട് ടു ദ ഹൈ ജസ്റ്റ് അബവ് ദ ഓപ്പൺ പൊസിഷൻ ട്ടോ. ദ ലിപ്സ് ആർ ന്യൂട്രലി ഓപ്പൺ. ലിപ്സ് അവിടെ എന്താ, ന്യൂട്രലി ഓപ്പൺ ആണ്. ഇറ്റ് ഈസ് എ സെൻട്രൽ അൺറൗണ്ടഡ് വോവൽ ജസ്റ്റ് അബവ് ദ ഓപ്പൺ. ഓപ്പണിന്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന ഒരു സെൻട്രൽ അൺറൗണ്ടഡ് വോവൽ ആണ് ആ സൗണ്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഒക്കേഴ്സ് ഇനീഷ്യലി, മീഡിയലി ഇൻ വേർഡ്സ്. ഓക്കെ, ഇനീഷ്യൽ ഭാഗത്തും മീഡിയൽ ഭാഗത്തുമാണ് അത് ഒക്കർ ചെയ്യുന്നത്, ഫൈനലിൽ വരുന്നില്ല. കപ്പ്, അപ്പ് എന്നുള്ളതൊക്കെ എക്സാമ്പിൾ ആണ്. നമുക്ക് നോക്കാനുള്ള എന്നുള്ള സൗണ്ട് ആണ്. The center of the tongue is raised to the height between half close and half open position. ഹാഫ് ക്ലോസിന് ഹാഫ് ഓപ്പൺ പൊസിഷന്റെ ബിറ്റ്വീനിലുള്ള ആ ഒരു ഇതിലേക്ക് റേസ് ചെയ്യുന്നുണ്ട് നമ്മളെ ടങ്.
The lips are neutral. Lips അവിടെ neutral ആണ്. And it can occur initially, medially and finally. Initial ഭാഗത്തും medial ഭാഗത്തും final ഭാഗത്തും അതിന് occur ചെയ്യാൻ പറ്റും. It is a central unrounded vowel between half close and half open. Half close ന് half open ന്റെ നടുക്ക് നിൽക്കുന്ന ഒരു central unrounded vowel ആണ് ഈ ഒരു എന്നുള്ളത്. എക്സാമ്പിൾ പറയുന്നത് earn, learn എന്നുള്ളതൊക്കെയാണ് കേട്ടോ. നമുക്ക് ഫൈനൽ ആയിട്ട് നോക്കാനുള്ളത് സൗണ്ട് ആണ്. ഫാദർ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. ഇറ്റ് ഇസ് എ ന്യൂട്രൽ വവൽ. ഒരു ന്യൂട്രൽ വവൽ ആണ്. ദ സെന്റർ ഓഫ് ദ ടങ് is raised to the height just below the ഹാഫ് ഓപ്പൺ പൊസിഷൻ. ഓക്കെ, നമ്മുടെ നാവിന്റെ സെൻട്രൽ ഭാഗം ഈ ഒരു ഹാഫ് ഓപ്പൺ പൊസിഷനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഇസ് റേസ്ഡ് ടു ദ ഹൈറ്റ് ജസ്റ്റ് ബിലോ. ഹാഫ് ഓപ്പൺ പൊസിഷനിൽ തൊട്ട് താഴേക്കായിട്ട് ജസ്റ്റ് ബിലോ ആയിട്ട് ഈ ഒരു ടങ് എന്ത് ചെയ്യുന്നുണ്ട്? റൈസ് ചെയ്യുന്നുണ്ട്. ദ ലിപ്സ് ആർ ന്യൂട്രൽ. അവിടെ ലിപ്സ് ന്യൂട്രൽ ആയിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ സെൻട്രൽ അൺറൗണ്ടഡ് വോവൽ ജസ്റ്റ് ബിലോ ഹാഫ് ഓപ്പൺ പൊസിഷൻ. ഹാഫ് ഓപ്പൺ പൊസിഷന്റെ തൊട്ട് താഴെയുള്ള ഒരു സെൻട്രൽ അൺറൗണ്ടഡ് വവലാണ് ഏതെന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ഇറ്റ് ഇസ് ദ മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഒക്കറിംഗ് വവൽ ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഒക്കർ ചെയ്യുന്ന ഒരു വവലും കൂടിയാണ് സൗണ്ട്. ഇറ്റ് ഒക്കേഴ്സ് ഓൺലി ഇൻ അൺആക്സെന്റഡ് വവൽസ്. ആക്സെന്റ് ചെയ്യാത്ത വവൽസിലാണ്, അൺആക്സെന്റഡ് വവൽസിലാണ് ഒക്കർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഓൾ 3 പൊസിഷൻ, എല്ലാ 3 പൊസിഷൻസിലും ഒക്കർ ചെയ്യുന്നുണ്ട്. അഗെയിൻ, ഫോർഗെറ്റ്, ഫാദർ, ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമുക്ക് പ്യുവർ വവൽസിൽ പഠിക്കാനുള്ളത്. ഡയഗ്രാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഡയഗ്രത്തിൽ ഓരോ സൗണ്ട്സിന്റെ പൊസിഷൻ നിങ്ങൾ നോക്കുക. ടങ്ങിന്റെ പൊസിഷൻ നിങ്ങൾ നോക്കുക. അത് ഹാഫ് ഓപ്പൺ ആണോ, ഹാഫ് ക്ലോസ് ആണോ, റൗണ്ടഡ് ആണോ, ഫ്ലാറ്റ് ആണോ, ന്യൂട്രൽ ആണോ എന്നുള്ളതൊക്കെ നോക്കുക. പിന്നെ ഓരോ സൗണ്ട്സ് നിങ്ങൾ പഠിക്കുക, അതിന് എക്സാമ്പിൾസ് പഠിക്കുക. ഈ ഓരോ സൗണ്ട്സും ഇതിൽ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും നോക്കി വെക്കുക കേട്ടോ. അപ്പൊ എത്രയാണ് പ്യുവർ വവൽസ് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിഫ്തോങ്സിലാണ്. നമ്മൾ പറഞ്ഞിരുന്നത് 12 പ്യുവർ വവൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. ഇനി 8 ഡിഫ്തോങ്സ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡിഫ്തോങ്സ് എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ 8 ഡിഫ്തോങ്സ് എന്തൊക്കെയാന്നുള്ളത് നോക്കാം കേട്ടോ.